ഇതാണ് തഫ്സീർ ഇബ്നു കസീർ. എന്തിനാ ഈ കിതാബെന്ന് ഉദ്ധരിച്ചത്? വേറെയും കിതാബിൽ അതുണ്ട്, ഇൻഷാ അല്ലാഹ് ഞാൻ കാണിക്കാം. ഇത് ഉദ്ധരിക്കാൻ കാരണം എന്താ? ഇബ്നു കസീറിന്റെ ഗ്രന്ഥമാണ് ഈ തഫ്സീറുൽ ഖുർആനിൽ അദീം. ഇദ്ദേഹം കേരളത്തിലെ മുജാഹിദ് ജമാഅത്താദി മൗലവിമാർക്കൊക്കെ സ്വീകാര്യനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ തഫ്സീർ തന്നെ സുന്നത്ത് ജമാഅത്തിൽ ഉദ്ധരിച്ചത്, ഇവിടെയും ഉദ്ധരിക്കുന്നത്. എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ ഖുർആൻ വ്യാഖ്യാനത്തിൽ വിശദീകരിക്കുന്നു. യുർഷിദു തആല അൽ ഉസാത വൽ മുദ്നിബീന ഇദാ വഖഅ മിൻഹുമുൽ ഖതഉ വൽ ഇസ്യാനു അൻ യഅതു ഇലർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു വയസ്അലൂഹു അൻ യസ്തഗ്ഫിറ ലഹും ഫഇന്നഹും ഇദാ ഫഅലൂ ദാലിക താബല്ലാഹു അലൈഹിം വറഹിമഹും വഗഫറ ലഹും വലിഹാദാ ഖാല ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന് പറഞ്ഞിട്ട് ഇബ്നു കസീർ വിശദീകരിക്കുക. എന്ത്? യുർഷിദു തആല, അല്ലാഹു തആല കൽപ്പിക്കുന്നു, അൽ ഉസാത വൽ മുദ്നിബീന, തെറ്റ് ചെയ്ത ആളുകളോട്, ദോഷം ചെയ്ത ആളുകളോട് അല്ലാഹു തആല കൽപ്പിക്കുന്നു, ഇദാ വഖഅ മിൻഹുമുൽ ഖതഉ വൽ ഇസ്യാനു, അവരിൽ നിന്ന് എന്തെങ്കിലും പിഴവുകളോ ദോഷങ്ങളോ സംഭവിച്ചാൽ അൻ യഅതു ഇലർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെങ്ങോട്ട് പോകണം? അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് പോകണം. ദോഷങ്ങൾ വല്ലതും സംഭവിച്ചാൽ, തെറ്റോ കുറ്റമോ സംഭവിച്ചാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് പോകണം. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കൽ വെച്ച് അള്ളാഹുവിനോട് പൊറുക്കൽ ചോദിക്കണം. അള്ളാഹുവിന്റെ റസൂലിനോട് അവർ ആവശ്യപ്പെടണം, അവർക്ക് പൊറുക്കലിനെ ചോദിക്കാൻ. അപ്പൊ അവർക്ക് പൊറുക്കലിനെ ചോദിക്കാൻ അള്ളാഹിന്റെ റസൂലിനോട് ആവശ്യപ്പെടാ, അതിനാണ് ഇസ്തിഗാസ. ഞങ്ങൾക്ക് അള്ളാഹ് പുറത്തു തരാൻ വേണ്ടി നബിയെ തങ്ങളൊന്ന് അള്ളാഹിനോട് പറയണം എന്ന് പറയുന്നതന്നല്ലേ ഇസ്തിഗാസ. അത് ജീവിച്ചിരിക്കുന്ന കാലത്തും പറയണം, മരിച്ചതിന് ശേഷവും പറയണം. അവിടെയാണ് മൗലവിയുടെ കളി, നമ്മുടെ ജിന്ന് പൂജകന്റെ കളി. അദ്ദേഹം ഇബ്നു കസീറിന്റെ ഇബാറത്ത് സഹോദരങ്ങളെ കോട്ടി മാട്ടുകയും വ്യഭിചരിക്കുകയും ചെയ്തു. ആ മനുഷ്യൻ ഈ ഇബാറത്ത് വായിച്ചുകൊണ്ട് അദ്ദേഹം അർത്ഥം വെക്കുകയാണ്. എന്ത്? യുർഷിദു തആല അൽ ഉസാത വൽ മുദ്നിബീന. എന്താണ് ഈ ആയത്തിറങ്ങാൻ കാരണം? ഈ ആയത്തിറങ്ങാൻ കാരണം ഒരു മുനാഫിക്കും ഒരു ജൂതനും തമ്മിലൊരു തർക്കമുണ്ടായി. അങ്ങനെ ജൂതൻ നമുക്ക് മുഹമ്മദ് നബിയുടെ അടുത്ത് പോകാന്ന് പറഞ്ഞു. മുനാഫിക്ക് അത് സമ്മതിച്ചില്ല. ആ സംഭവത്തെക്കുറിച്ചാണ് ആയത്തിറങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം വിശദീകരിക്കുന്നു. അൽ ഉസാത വൽ മുദ്നിബീന, ദോഷികൾ കണ്ടോ? അൽ ഉസാത, അവിടെ അലിഫ്ലാമുണ്ട്. അപ്പൊ അതിനകത്ത് അർത്ഥം വെക്കാം, ആ നിശ്ചിത ദോഷികൾ എന്നല്ലാതെ എല്ലാ ദോഷികളും അല്ല. ആ നിശ്ചിത ദോഷികൾ ഏതാ? നിശ്ചിത ദോഷികള് അള്ളാന്റെ റസൂലിന്റെ കാലത്ത് റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് പോകാന്ന് പറഞ്ഞപ്പോ പോകാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ മുനാഫിക്കുണ്ടല്ലോ, ആ മുനാഫിക്കിനെ കുറിച്ചാണ് ആ പറയുന്നത്. അത് ആ കാലത്തേക്ക് മാത്രം ബാധകമാണ്. സഹോദരങ്ങളെ, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ തഫ്സീർ എഴുതുന്നത്? എന്തിനങ്ങനെ തഫ്സീർ എഴുതുന്നത്? കാരണം അത് കഴിഞ്ഞല്ലോ. അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ഇങ്ങനെ സംഭവം നടന്നു. ആ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മുനാഫിക്കിനെ നബിയുടെ അടുത്തേക്ക് വിളിച്ചു, മുനാഫിക്ക് പോയില്ല. ആ സംഭവം കഴിഞ്ഞല്ലോ. ഇനി പിൽക്കാലത്ത് വരുന്ന ദോഷികൾക്ക് ഇത് ബാധകമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് തഫ്സീർ എഴുതി വെക്കുന്നത്? ആവശ്യമുണ്ടോ? പിൽക്കാലത്ത് വരുന്ന ആളുകൾക്ക് ഈ ആയത്ത് ബാധകമല്ലെങ്കിൽ പിന്നീട് തഫ്സീർ എഴുതേണ്ട കാര്യമില്ലല്ലോ. ആ സംഭവം കഴിഞ്ഞില്ലേ? അപ്പോൾ ഇദ്ദേഹം കടുത്ത നുണയാണ് പറയുന്നത്. സഹോദരങ്ങളെ, ആയത്തിന്റെ ഒരു പശ്ചാത്തലം ഏതായത്തിറങ്ങുമ്പോൾ ഒരു കാരണം ഉണ്ടാവും. ആ കാരണത്തിലേക്ക് മാത്രമാണ് ആയത്ത് ബാധകാകാന്ന് പറഞ്ഞാൽ വലിയ കുടുക്കന്നെയാണ്. ഇപ്പൊ റസൂലുള്ളാഹിന്റെ കാലത്ത്, സ്വഹാബത്തൊക്കെ ഉള്ള കാലത്ത് പരിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയ ആയത്താണല്ലോ, എല്ലാവർക്കും അറിയുന്നതാണ്. എന്ത്? നിങ്ങള് ലാ തഖറബു സ്വലാത്ത വഅൻതും സുകാറ, നിങ്ങൾ എന്താക്കാൻ പാടില്ല? നിസ്കാരത്തിലേക്ക് അടുക്കാൻ പാടില്ല. വഅൻതും സുകാറ, നിങ്ങൾ ലഹരി ബാധിച്ചവരാണ്, കള്ളു കുടിച്ചിരിക്കവേ നിസ്കാരത്തിലേക്ക് പോകാൻ പാടില്ല. കള്ളുകൂടി ഹറാമാക്കുന്നതിന് മുമ്പാണ്, കള്ളുകൂടി ഹറാമാകുന്നതിന് മുമ്പുള്ള ആയത്താണ്. നിങ്ങൾ നിസ്കാരത്തിലേക്ക് കള്ളു കുടിച്ചുകൊണ്ട് പോകാൻ പാടില്ല. അപ്പൊ മുജാഹിദ് പറയാ, എന്താ ഈ ആയത്തിറങ്ങാനുള്ള കാരണം? ഈ ആയത്തിറങ്ങാനുള്ള കാരണം സ്വഹാബത്ത് കള്ളുകുടി നിരോധിക്കുന്നതിന് മുമ്പ് കുറച്ച് സ്വഹാബിമാരോ കള്ളു കുടിച്ചിട്ട് നിസ്കരിക്കുക.
നിസ്കരിച്ച സമയത്ത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു എന്ന ആയത്തുണ്ടല്ലോ. ഈ സൂറത്ത് ഇങ്ങനെ ഓതിയപ്പോ കള്ളുകുടിയുടെ ലഹരിയിൽ ലാ വിട്ടുപോയി. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്നോർത്ത് ലാ പോയാൽ അർത്ഥം അട്ടിമറിഞ്ഞു. ഞാൻ നിങ്ങൾ ആരാധിക്കുന്നതിനെ ആരാധിക്കുന്നില്ല എന്നാ ഖുർആൻ പറയണത്. പക്ഷെ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്നായി പോയി. ഈ ലഹരിയിൽ അങ്ങനെ ഓതിപ്പോയി. അപ്പൊ അർത്ഥം എന്തായി? നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങളെ ഞാനും ആരാധിക്കുന്നു എന്നായി അർത്ഥം. വല്ലാത്ത അർത്ഥ മാറ്റം വന്നു. അങ്ങനെ വന്നപ്പോൾ ഇത് അപകടമാണ് എന്ന് സ്വഹാബത്തിനെ ബോധ്യപ്പെടുത്തി മദ്യനിരോധനത്തിന്റെ രണ്ടാമത്തെ ഘട്ടം അവതരിച്ചു. അങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് ലാ തഖറബു സ്വലാത്ത വഅൻതും സുകാറ, നിങ്ങൾ നിക്കാരത്തിലേക്ക് പോകാൻ പാടില്ല ലഹരി ബാധിച്ചിരിക്കവേ. അപ്പൊ നമ്മളെ മൗലവി പറയാ എന്ത്, അത് റസൂലുള്ളാന്റെ കാലത്തെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കള്ളു കുടിച്ചുകൊണ്ട് നിക്കരിച്ചപ്പോ ഉണ്ടായ ഒരു പ്രശ്നമാണ്. അത് അവിടേക്ക് മാത്രം ബാധകമാണ്. അതിപ്പോ ഇനിയിപ്പോ നമുക്ക് കള്ളു കുടിച്ചുകൊണ്ടൊക്കെ വേണമെങ്കിൽ നിക്കരിക്കാം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞ സംഗതി നടക്കോ സുഹൃത്തുക്കളെ? അത് നടക്കോ? ആയത്ത് ഇറങ്ങാനൊരു കാരണം ഉണ്ടാവും. ആ കാരണത്തിന് മാത്രമേ ആയത്ത് ബാധകമാകൂ എന്ന് പറയുന്ന പൊട്ടത്തരമാണ്. ആ കാരണം എവിടെയൊക്കെ ഉണ്ടോ അവിടേക്കൊക്കെ ആയത്ത് ബാധക, അല്ലാതെ അവിടേക്ക് മാത്രം ആ കാലത്തേക്ക് മാത്രമാണ് എന്നല്ല. അപ്പൊ ഒരു മുനാഫിക്ക് വന്നിട്ട് റസൂലുള്ളാഹിനോട് ദോഷം ചെയ്ത മുനാഫിക്ക്, ആ മുനാഫിക്ക് നബിയെ സമീപിക്കാൻ തയ്യാറായില്ല. എന്നാൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വന്ന് ഇറങ്ങിയ ആയത്തുകൾ, നിങ്ങൾ തെറ്റ് ചെയ്താൽ അള്ളാന്റെ റസൂലിനെ സമീപിക്കണമെന്ന് പറയുന്ന ആയത്ത്, അത് റസൂലുള്ള ജീവിച്ചിരിക്കുന്ന കാലത്തേക്കും ബാധകാണ്, നബി മരിച്ചാലും ബാധകാണ്. അള്ളാഹുവിന്റെ റസൂല് മരിച്ചതിന് ശേഷം റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട ഒരു ദോഷം ചെയ്താൽ അള്ളാന്റെ റസൂലിന്റെ അടുത്ത് പൊരുത്തപ്പെടിക്കണം. അത് തന്നെയാണ് ഖുർആൻ പറയുന്നത് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഇബ്നു കസീർ പറയുന്നത് യുർഷിദു തആല അൽ ഉസാത വൽ മുദ്രിബീന. ശേഷം പറയുന്ന വാക്ക് നിങ്ങൾ നോക്കൂ, ഇദാ വഖഅ മിൻഹുൽ ഖതഉ. ഈ മൗലവിയുടെ അർത്ഥം വെച്ചാൽ എന്താ അറിയോ? അവരിൽ നിന്ന് ദോഷം സംഭവിച്ച സമയത്ത്. ആരിൽ നിന്ന്? മക്കത്തുള്ള മുനാഫിക്കീങ്ങളിൽ നിന്ന് ദോഷം സംഭവിച്ച സമയത്ത്. നുണയാണത്, നുണയാണ് സുഹൃത്തുക്കളെ. ഇബ്നു കസീർ പറയുന്നത് ഇദാ വഖഅ മിൻഹുൽ ഖതഉ, അവരിൽ നിന്ന് ദോഷം സംഭവിച്ചാൽ, അവരിൽ നിന്ന് എപ്പോ ദോഷം സംഭവിച്ചാലും അവർ റസൂലുള്ളാഹിനെ സമീപിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ ഈ തഫ്സീറുൽ ഖുർആനുൽ അളീം എന്ന ഗ്രന്ഥത്തിൽ സഹോദരങ്ങളെ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞില്ല. പിന്നീട് അദ്ദേഹം ഇബ്നു കസീർ പറയുന്നു വലൗ അന്നഹും യദ്ലമു അൻഫുസഹും എന്ന് പറയുന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അവിടെ ആ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമുണ്ട്. എന്താണത്? വഖദ് ദക്കറ ജമാഅത്തുൻ മിൻഹും അശ്ശൈഖ് അബൂ മൻസൂർ ഫീ കിതാബിഹി അശ്ശാമിൽ അൽ ഹികായത്തുൽ മശ്ഹൂറത അനിൽ ഉതബി. ഉതബിയിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഒരു പ്രധാന സംഭവം എന്താണത്? ഉതബി പറയുന്നു, കുന്തു ജാലിസൻ ഇൻദ ഖബറിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിടത്തിൽ ഖബറിന്റെ ഭാഗത്തിരിക്കുകയായിരുന്നു. ഫജാ അറാബിയുൻ, അപ്പോൾ ഗ്രാമീണനായ ഒരു വ്യക്തി വന്നു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, സമിഅ്തുല്ലാഹ യഖൂൽ വലൗ അന്നഹും യദ്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഗ്രാമീണനായ ആ സ്വഹാബി അല്ലെങ്കിൽ താബിഈ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിടത്തിൽ വന്നുകൊണ്ട് ഇങ്ങനെ റസൂലിനോട് പറയാണ്. എന്താ പറയുന്നത്? നബിയെ, തെറ്റ് ചെയ്ത ആളുകൾ അങ്ങയെ സമീപിച്ചാൽ അങ്ങയെ സമീപിക്കണമെന്ന് അള്ളാഹ് പറഞ്ഞതായി ഖുർആനിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതാ ഞാൻ അങ്ങയുടെ അടുക്കൽ വന്നിരിക്കുന്നു. വഖദ് ജിഅ്തുക മുസ്തഗ്ഫിറൻ ലിദംബി, എന്റെ ദോഷങ്ങൾ പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെടാൻ ഞാനിതാ അങ്ങയോട് പറയുന്നു. മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി, എന്റെ റബ്ബിനെക്കുള്ള ശഫാഅത്ത് തേടിക്കൊണ്ട് ഞാനിതാ അങ്ങയുടെ അടുക്കലേക്ക് വന്നിരിക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം ഒരു കവിത ചൊല്ലുകയാണ്. യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഅലമുഹു ഫതാബ മിൻ ത്വീബിഹിന്നൽ ഖാഉ വൽ അകമു നഫ്സിൽ ഫിദാഉ ലിഖബരിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് ഇങ്ങനെ പാടുക. നബിന്റെ ഖബറിന്റെ അടുത്തിരുന്നിട്ടാണത്. എന്താ നബിയോട് പറയുന്നത്? നഫ്സി അൽ ഫിദാഉ ലിഖബരിൻ അൻത സാകിനുഹു, നബിയെ, അങ്ങ് കിടക്കുന്ന ഖബറിലേക്ക് ഞാനിതാ എന്റെ ശരീരത്തെ നൽകിയിരിക്കുന്നു.
അങ്ങയുടെ ഖബറിലേക്ക് ഞാൻ എന്റെ നഫ്സിനെ സമർപ്പിച്ചിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞ് ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. അവിടെ നിന്നാണ് ജൂദ് വരുന്നത്, ധർമ്മം വരുന്നത്, കറമ വരുന്നത്. അങ്ങനെ തുടങ്ങി റസൂലുള്ളാഹിയെ വിളിച്ചിങ്ങനെ വിലപിക്കുകയാണ്. അങ്ങനെ വിലപിച്ച് അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലിനോട് പൊറുക്കലിനെ തേടാൻ വേണ്ടി, എന്റെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി റസൂലിനോട് ആവശ്യപ്പെട്ട് അവസാനം സഹോദരങ്ങളെ ഇബ്നു കസീർ വിശദീകരിക്കുന്നു. സുമ്മൻ സറഫൽ അറാബിയു, പിന്നീട് ആ അറാബി ആ ഖബറിന്റെ അടുത്ത് നിന്ന് തിരിഞ്ഞുപോയി. ഫഗലബത്നി ഐനി, ഉത്തബി പറയുന്നു ഫഗലബത്നി ഐനി, എനിക്ക് ഉറക്കം വന്നു. ഫറഅയ്തു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിന്നൗമി, ഞാൻ ഉറക്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടു. ഫഖാല, അങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞു, യാ ഉത്തബി, ഓ ഉത്തബി, ഇൽഹഖൽ അറാബിയ, നീ അറാബിയുടെ അടുക്കൽ പോകണം. ഫബശ്ശിർഹു, എന്നിട്ട് അദ്ദേഹത്തോട് സുവിശേഷം അറിയിക്കണം. അന്നല്ലാഹ ഖദ് ഗഫറ ലഹു, അല്ലാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുത്തിരിക്കുന്നു. ആ ഗ്രാമീണനായ റസൂലിന്റെ ഖബറിടത്തിൽ വന്നുകൊണ്ട് പൊറുക്കലിനെ ചോദിച്ച ആ വ്യക്തിക്ക് അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന കാര്യം നീ അദ്ദേഹത്തോട് പറയണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വപ്നത്തിലൂടെ നിർദ്ദേശിക്കുന്നു. നമ്മുടെ ജിന്ന് പൂജകം പറയുന്നത് ഇതൊക്കെ സ്വപ്നമല്ലേ, ഇത് വാറോലയല്ലേ, ഇത് കള്ളക്കഥയല്ലേ എന്നൊക്കെയാണ്. ഒക്കെ ആകട്ടെ, എല്ലാം ആകട്ടെ. പക്ഷേ ഇബ്നു കസീർ സഹോദരങ്ങളെ തഫ്സീർ എഴുതിയത് ശിർക്ക് പ്രചരിപ്പിക്കാനാ. അള്ളാന്റെ റസൂലിന്റെ ഖബറുകൾ ചെന്നുകൊണ്ട് സഹായം ചോദിക്കൽ ശിർക്കാണല്ലോ. ആ ശിർക്ക് പ്രചരിപ്പിക്കാനാണോ ഇബ്നു കസീർ തഫ്സീർ എഴുതിയത്? സഹോദരങ്ങളെ, ഈ സംഭവത്തിൽ പറയുന്നത് ശിർക്കാണെങ്കിൽ, കുറ്റമാണെങ്കിൽ, തെറ്റാണെങ്കിൽ ഇബ്നു കസീർ പറയണ്ടേ ഈ സംഭവം തെറ്റാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് അങ്ങനെ മുസ്ലിമീങ്ങൾ ചെന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഖബറിൽ ചെന്നുകൊണ്ട് മാപ്പ് ചോദിക്കുകയോ റസൂലുള്ളാഹിനോട് പൊറുക്കൽ തേടാൻ വേണ്ടി ആവശ്യപ്പെടുകയോ റസൂലുള്ളാഹിയോട് ഇസ്തിഗാസ നടത്തുകയോ ചെയ്യുന്ന സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായി എന്ന് ഈ സംഭവത്തിൽ പറയുന്നത് തെറ്റാണ് എന്ന് ഇബ്നു കസീർ പറയണ്ടേ? ഇബ്നു കസീർ അത് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, സഹോദരങ്ങളെ, വിശദമായി പ്രസിദ്ധമായ ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് വിവരിക്കുന്നത്. അപ്പോ ഇബ്നു കസീറിന്റെ ഈ തഫ്സീറിൽ വലൗ അന്നഹും യളമു എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്ന കാര്യം സഹോദരങ്ങളെ ശിർക്കാണെന്നോ കുഫറാണെന്നോ പറയാൻ നിവൃത്തിയില്ല. ആയിരുന്നുവെങ്കിൽ അത് ഇബ്നു കസീർ തന്നെ വിശദീകരിക്കണമായിരുന്നു. ഇബ്നു കസീർ വിശദീകരിക്കാത്ത കാര്യം അദ്ദേഹത്തിന് മേലെ വെച്ച് കെട്ടി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തെയും വ്യഭിചരിക്കാനാണ് ജിന്ന് പൂജകന്മാരുടെ പരിപാടിയെങ്കിൽ അത് മുസ്ലിം കേരളം അനുവദിക്കുകയില്ല എന്ന കാര്യം മാത്രം ഞാൻ അതേക്കുറിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോ കിതാബിൽ പറഞ്ഞതിനെതിരായിട്ട് സുന്നത്തിയമായത്തിൽ ഒന്നുമില്ല. ഇനി നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഇമാം നവവി തന്റെ ശറഹുൽ മുഹദ്ദബിൽ ഇതേ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. സുന്നത്തിയമായത്തിന് ശറഹുൽ മുഹദ്ദബ് കൊടുക്കാതിരിക്കാൻ കാരണം ഇമാം നവവി അഹ്ലുസുന്നയുടെ പണ്ഡിതനാണ്, പക്ഷേ ലോകം അംഗീകരിക്കുന്ന പണ്ഡിതനാണ്. രണ്ടാം ശാഫിഈ എന്നറിയപ്പെടുന്ന പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ട ഇമാം നവവി തന്റെ ശറഹുൽ മുഹദ്ദബിന്റെ 8ാമത്തെ വാള്യം 274ാമത്തെ പേജിൽ സഹോദരങ്ങളെ അള്ളാന്റെ റസൂലിന്റെ ഖബർ സിയാറത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് വിവരിക്കുന്നു. ഒരാൾ മദീനത്ത് ചെന്നാൽ റസൂലുള്ളാഹിന്റെ ഖബർ എങ്ങനെയാണ് സിയാറത്ത് ചെയ്യേണ്ടത്, ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, സുമ്മ യർജിഉ ഇലാ മൗഖിഫിഹിൽ അവ്വൽ ഖുബാലത വജ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 പേരോടും ആദ്യമായി സലാം പറയണം. അങ്ങനെ സലാം പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്തിന്റെ നേരെ വന്ന് നിൽക്കണം. റസൂലുള്ളാഹിന്റെ മുഖത്തിന്റെ നേരെ വന്ന് നിൽക്കണം. എന്നിട്ടോ വയതവസ്സലു ബിഹി, അള്ളാഹിന്റെ റസൂലിനെ കൊണ്ട് തവസ്സുൽ നടത്തണം. ഫീ ഹഖ്ഖി നഫ്സിഹി, സ്വന്തം കാര്യത്തിൽ റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുൽ നടത്തണം. വയസ്തശ്ഫിയു ബിഹി ഇലാ റബ്ബിഹി സുബ്ഹാനഹു വ തആല, അല്ലാഹുവിലേക്ക് ഈ റസൂലുള്ളാഹിയെ മുൻനിർത്തി ശഫാഅത്ത് തേടണം. ഈ റസൂലുള്ളാഹിയെ മുൻനിർത്തി അള്ളാഹിനോട് ശഫാഅത്ത് തേടണം എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇമാം നവവി വിശദീകരിക്കുന്നു. വമിൻ അഹ്സനി മാ യഖൂലു, സിയാറത്ത് വേളയിൽ പറയേണ്ട വാക്കുകളിൽ വെച്ച് ഏറ്റവും നല്ലതാണ് മാ ഹഖാഉൽ മാവർദിയു വൽ ഖാദി അബു ത്വയ്യിബി, ബഹുമാനപ്പെട്ട ഇമാം മാവർദിയും ബഹുമാനപ്പെട്ട ഖാദി അബു ത്വയ്യിബും അതുപോലെ മറ്റ് പണ്ഡിതന്മാരും വസായിറു അസ്ഹാബിന, നമ്മുടെ മറ്റ് പണ്ഡിതന്മാരും ഉദ്ധരിക്കുന്ന ഒരു സംഭവം, ഒരു വാക്ക്, ഒരു വാചകം, അനിൽ ഉതബി, ഉതബിയെ തൊട്ട് മുസ്തഹ്സിനീന. നോക്കൂ നിങ്ങൾ, ഇമാം നവവി പറയുന്നു മുസ്തഹ്സിനീന, അത് നല്ലതായി പ്രഖ്യാപിച്ചുകൊണ്ട്. ഉതബിയുടെ സ്വപ്നാണ്
അയാൾ മറ്റതാണ്, അയാൾ കള്ളുകുടിയാനാണ്, അയാള് പറയുന്ന കള്ളക്കഥയാണ് എന്നൊന്നും അല്ല ഇമാം മാവർദിയും അതുപോലെ തന്നെ ഖാദി അബൂ തയ്യിബ് എന്നും പറയുന്നത്. പിന്നെയോ മുസ്തഹ്സിനീന, അത് നല്ലതാണ്, ഹസനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്നു. കുന്തു ജാലിസൻ ഇൻദ ഖബരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉർതബി പറയുന്നു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. ഫജാ അറാബിയുൻ, അങ്ങനെ ഒരു അറാബി വന്നു. ഫഖാല അസ്സലാമു അലൈക യാ റസൂലല്ലാഹി സമഅതുല്ലാഹ യഖൂൽ വലൗ അന്നഹും യظلموا അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബുർ റഹീമാ വഖദ് ജിഅതുക മുസ്തഗ്ഫിറൻ മിൻ ദംബി മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക് ശഫാഅത്ത് തേടിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ തങ്ങൾ എനിക്ക് ശഫാഅത്ത് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നബിയെ ഞാൻ അങ്ങയുടെ ഖബറിന്റെ അടുക്കൽ വന്നിരിക്കുന്നു, എനിക്കങ്ങ് ശഫാഅത്ത് ചെയ്യണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ മനുഷ്യൻ നേരിട്ട് അഭ്യർത്ഥിക്കുകയും ആ അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിന്റെ റസൂല് അദ്ദേഹത്തിന്റെ ദോഷം പുറത്തു കൊടുക്കപ്പെട്ടതായി റസൂല് പറഞ്ഞതായി ഉർതബി പിന്നീട് വിശദീകരിക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നവവി സഹോദരങ്ങളെ ശിർക്ക് പഠിപ്പിക്കുക. ലോകത്ത് റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാനെത്തുന്ന മുഴുവൻ മുഅ്മിനീങ്ങളോടും ഇതാ നിങ്ങൾക്ക് പലതും പറയാനുള്ള പല വാചകങ്ങളുണ്ട്, എന്നാൽ ആ വാചകങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല വാചകം എന്താ? ഈ ഉർതബി കേട്ട ഈ വാചകമാണ്. ഈ ഗ്രാമീണനായി മനുഷ്യൻ വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞ വാചകമുണ്ടല്ലോ, അതാണ് ശഫാഅത്ത് ചോദിക്കാൻ ഏറ്റവും പറ്റിയ വാചകം എന്ന് റസൂലുള്ള പറയുന്നു, എന്ന് ഇമാം നവവി പറയുന്നു. അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളെ, അത് ശിർക്കാണെങ്കിൽ, ഈ ഖബറിന്റെ മുമ്പിൽ വെച്ച് ഈ ഗ്രാമീണനായ വ്യക്തി പറഞ്ഞത് ശിർക്കാണെങ്കിൽ ഇമാം നവവി അത് മുസ്ലിമീങ്ങളെ പഠിപ്പിക്കോ? നിസ്കരിക്കുന്ന സമയത്ത് തൂണിന്റെ മറവിൽ നിൽക്കണം. ഒരു സുന്നത്തിന്റെ കിതാബിലൊക്കെ ഒരു തൂണിന്റെയോ മറ്റോ മറവിൽ നിൽക്കണം എന്ന് ഫിഖ്ഹിന്റെ കിതാബിലൊക്കെ കാണും. അവിടെ ഇമാം നവവി പറഞ്ഞിട്ടുണ്ട്, എന്താ അറിയോ? തൂണിന്റെ നേരെ നിൽക്കാൻ പാടില്ല, കുറച്ചൊന്ന് തെറ്റി നിൽക്കണം. എന്തിനാ? ആ തൂണിനൊക്കെ ഇബാദത്ത് ചെയ്യാണെന്ന് വേറെ കാണുന്ന ആളുകൾക്ക് തോന്നിപ്പോവും. കാണുന്ന ആളുകൾക്ക് ഇത് തൂണിന് ഇബാദത്ത് എടുക്കാണ് എന്ന് തോന്നിപ്പോയാലോ, അതുകൊണ്ട് അത് തോന്നാതിരിക്കാൻ വേണ്ടി കുറച്ചൊന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞ നവവി, ആ പണ്ഡിതനാണ് നവവി ഇമാം എന്ന് പറഞ്ഞാൽ. ശിർക്കെന്ന് തോന്നിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അടുക്കുക പോലും ചെയ്യരുത് എന്ന് മുസ്ലിമീങ്ങളെ ഉപദേശിച്ച ഇമാം നവവി. സഹോദരങ്ങളെ, ശിർക്ക് ചെയ്യണമെന്ന് മുസ്ലിമീങ്ങളെ പഠിപ്പിക്കോ? ഇല്ല. അപ്പൊ ഇമാം നവവി അതുപോലെ അല്ലാമ ഇബ്നു കസീർ അവരൊക്കെയും ഈ സംഭവം സമ്മതിക്കുകയും വിശദീകരിക്കുകയും അത് ശിർക്കല്ലെന്ന് മുസ്ലിമീങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാര്യം മാത്രമാണ് സുന്നത്തി ജമാഅത്തിൽ എഴുതിയത് എന്ന കാര്യം അത് സംബന്ധമായി വിശദീകരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് മഗ്‌രിബിന് ശേഷം പറഞ്ഞ് നമ്മുടെ മുഖാമുഖം ആരംഭിക്കും. ആ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളും പരിശുദ്ധ ഖുർആനിനും ആ ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ എഴുതിയ കാര്യങ്ങൾക്കും അനുസൃതമാണ് എന്ന കാര്യം ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്. അല്ലാമ ഇബ്നു കസീറും അതേ പ്രകാരം ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയും ആ വിഷയം സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. അതേസമയം റസൂലു എന്ന പദത്തിൽ റസൂലു എന്നതിന് പകരം റസൂല എന്നായിത്തീർന്നത് അത് പൂർണ്ണമായും അച്ചടിപ്പശകാണ്. മനഃപൂർവ്വം അങ്ങനെ ചെയ്തതായിരുന്നെങ്കിൽ അത് ഇസ്തിഗാസയുടെ അധ്യായത്തിലാണ് കൊടുക്കേണ്ടത്, ഒരിക്കലും തവസ്സുലിന്റെ അധ്യായത്തിലല്ല. അത് മാത്രമല്ല, സുന്നത്ത് ജമാഅത്ത് എന്ന പുസ്തകത്തിൽ തന്നെ 3 സ്ഥലങ്ങളിൽ ഈ ആയത്ത് കൊടുക്കുന്നുണ്ട്. സിയാറത്തിന്റെ അധ്യായത്തിൽ ഈ ആയത്തുണ്ട്. അതുപോലെ മറ്റൊരു സ്ഥലത്തും ഈ ആയത്ത് പരാമർശിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ശരിയായ രൂപത്തിൽ ആയത്ത് കൊടുക്കുകയും ശരിയായ രൂപത്തിൽ അതിന്റെ അർത്ഥം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അച്ചടിപ്പശക് സംഭവിച്ച വിഷയം മാത്രം ചൂണ്ടിക്കാണിച്ച് സഹോദരങ്ങളെ എത്രത്തോളം എന്ന് ചോദിച്ചാൽ മുജാഹിദിന്റെ 2-3 ലക്കം അവരുടെ പത്രം ഇസ്ലാഹ് മാസിക, അൽ ഇസ്ലാഹ് മാസിക എന്ന അവരുടെ പ്രസിദ്ധീകരണം 3 ലക്കങ്ങൾ ഏറെക്കുറെ ഇതിനു വേണ്ടി മാത്രം പ്രസിദ്ധീകരിച്ചു.
2 ലക്കങ്ങൾ പൂർണ്ണമായും 1 ലക്കം ഭാഗികമായും ഇത് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം മൗലവിമാർ ശ്രമിക്കുകയുണ്ടായി. വാസ്തവത്തിൽ ഇവരുടെ ആശയ ദൗർബല്യത്തിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണിത്. ഏതെങ്കിലും പുസ്തകത്തിൽ ഒരു അച്ചടിപ്പിശക് സംഭവിച്ചാൽ ആ അച്ചടിപ്പിശക് മാന്യമായി തിരുത്തുകയും വിശദീകരിക്കുകയും ചെയ്തതിനു ശേഷം വീണ്ടും അത് പൊക്കിപ്പിടിച്ചുകൊണ്ട് ദുഷ്പ്രചാരണം നടത്തുക. അതേസമയം ഇവര് നടത്തിയ അട്ടിമറികൾ എത്രയാണ് സഹോദരങ്ങളെ ഇവരുടെ പുസ്തകങ്ങളിലുള്ളത്? 2 ഗ്രൂപ്പുകളും ഒന്നിച്ചു നിൽക്കുന്ന സമയത്താണ് തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. തൗഹീദ് ഒരു സമഗ്ര വിശകലനം എന്ന പേരിൽ 2 ഗ്രൂപ്പുകളും ഒന്നിച്ചു നിൽക്കുന്ന സമയത്ത് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഈ പുസ്തകം. ഇന്നും കേരളത്തിൽ വഹാബികൾ അവരുടെ ബൈബിള് പോലെ സ്വീകരിക്കുന്ന പുസ്തകമാണ് അബ്ദുസ്സലാം സുല്ലമിയുടെ തൗഹീദ് ഒരു സമഗ്ര വിശകലനം എന്ന ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ തീർത്തും വ്യാജമായ, ഏതൊരു സാധാരണക്കാരനും വളരെ വ്യക്തമാകുന്ന രൂപത്തിൽ വ്യാജമായ ഒരു ഹദീസ് തന്നെ അബ്ദുസ്സലാം സുല്ലമി പ്രസിദ്ധീകരിച്ചത് കാണാൻ പറ്റും. 357-ാമത്തെ പേജിൽ അദ്ദേഹം എഴുതുന്നു, ഖബർ സിയാറത്തിന്റെ ലക്ഷ്യം ഇതായതിനാൽ മുശ്രിക്കിന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നത് പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുജാഹിദുകളും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും അനുവദിക്കുന്നു. മുസ്ലിം എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം അതിന്റെ വിശദീകരണം എഴുതുന്നു. ഇമാം നവവി റളിയല്ലാഹു അൻഹു മുസ്ലിമിലെ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് എഴുതുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞ കളവ് അത് ഹദീസാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ബ്രാക്കറ്റിൽ മുസ്ലിം എന്ന് രേഖപ്പെടുത്തും. അതിനുശേഷം പിന്നീട് പറയുന്നത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി മുസ്ലിമിലെ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് എഴുതുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അദ്ദേഹത്തിന്റെ സ്വന്തം വക വിശദീകരണം അദ്ദേഹം എഴുതുകയാണ്. അപ്പോൾ മുസ്ലിമിൽ ഇല്ലാത്ത അടിസ്ഥാനരഹിതമായ ഒരു ഹദീസ് തട്ടിപ്പടച്ചുണ്ടാക്കുകയും ആ ഹദീസിനെ ഇമാം നബവി വിശദീകരിച്ചിരിക്കുന്നു എന്ന രൂപത്തിൽ കളവ് പറഞ്ഞ് ഫലിപ്പിക്കാനും തൗഹീദ് ഒരു സമഗ്ര വിശകലനം എന്ന ഈ പുസ്തകത്തിൽ അബ്ദുസ്സലാം സുല്ലമി ശ്രമിച്ചിരിക്കുന്നു. ഇത് 2 ഗ്രൂപ്പും ഒരുമിച്ച് നിൽക്കുന്ന സമയത്താണ്. ഞങ്ങൾ ഇതുവരെ ഇത് പത്രത്തിൽ എഴുതുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഞങ്ങളുടെ ഏതെങ്കിലും പത്രങ്ങളുടെ സ്പെഷ്യൽ പതിപ്പ് പ്രസിദ്ധീകരിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം എന്താണ്? ഒരു അച്ചടിപ്പിശക് സംഭവിച്ചതായിരിക്കാം എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. പക്ഷെ ഇപ്പോൾ മനസ്സിലാകുന്നത് ഇത് അച്ചടിപ്പിശകല്ല, ഇത് മനഃപൂർവ്വം കെട്ടിയുണ്ടാക്കിയ കളവാണ്. കാരണം വഹാബികൾ 2 കൂട്ടരും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ വ്യാജ ഹദീസ് 2 കൂട്ടരും പിളർന്നതിന് ശേഷം അബ്ദുസ്സലാം സുല്ലമി കള്ള ഹദീസ് നിർമ്മിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മൗലവി ഗ്രൂപ്പിലെ ജിന്ന് പൂജകന്മാർ ആരും സഹോദരങ്ങളെ ഇക്കാലം വരെയും രംഗത്ത് വന്നിട്ടില്ല. അപ്പോൾ മുസ്ലിമിൽ ഞങ്ങൾ കെട്ടിയുണ്ടാക്കിയ ഈ വ്യാജ ഹദീസ് ഞങ്ങൾ 2 കൂട്ടരും അംഗീകരിക്കുന്നു എന്ന രൂപത്തിലാണ് ഇപ്പോഴത്തെ നീക്കം കണ്ടാൽ വ്യക്തമാകുക. അപ്പോ ഇതൊക്കെ പറയുകയാണെങ്കിൽ മാത്രമല്ല, സ്ത്രീകളുടെ ജമാഅത്ത് എന്ന ഒരു പുസ്തകമുണ്ട്. അബ്ദുസ്സലാം സുല്ലമി 2 ഗ്രൂപ്പുകളും ഒന്നിച്ചു നിൽക്കുന്ന സമയത്ത് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ആ പുസ്തകത്തിലും ഒരു വ്യാജ ഹദീസ് ഇദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ആ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാം. ഇപ്പോ ഞാനത് വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ വ്യാജ ഹദീസുകൾ നിർമ്മിക്കുക, ആയത്തുകളിൽ ദുർവ്യാഖ്യാനങ്ങൾ സൃഷ്ടിക്കുക, അങ്ങനെ തുടങ്ങി വിവിധങ്ങളായ കോപ്രായങ്ങൾ സുന്നത്ത് ജമാഅത്തിലും ഇസ്ലാം ദീനിലും ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലും കാണിച്ചു കൂട്ടിയത് നാളിതുവരെ വഹാബികളും വഹാബി പണ്ഡിതന്മാരുമാണ്, മൗലവിമാരുമാണ് എന്ന കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. പിന്നീട് മൗലവി സുന്നത്ത് ജമാഅത്ത് എന്ന പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിങ്ങനെ വരുന്നതിനിടയിൽ പെട്ടെന്ന് അയാൾ കൂരിക്കുഴിയിലേക്ക് ഒരു ചാട്ടം. അതെന്താ? കൂരിക്കുഴിയിൽ ഒരു സ്വലാത്ത് നടക്കുന്നുണ്ട്. ആ സ്വലാത്തിന് നേതൃത്വം നൽകുന്ന ഒരു തങ്ങള് അല്ലാഹുവിന്റെ റസൂലിനോട് ഇസ്തിഗാസ നടത്തി. ഇതാണ് ഇപ്പൊ വലിയ വിഷയം. ആ വിഷയം പറഞ്ഞുകൊണ്ട് അതിങ്ങനെ ക്ലിപ്പ് കാണിച്ചുകൊണ്ട് ജനങ്ങളെ കാണിപ്പിച്ചതിന് ശേഷം സഹോദരങ്ങളെ മൗലവി വളരെ വാചാലനായി അദ്ദേഹം തെറിപ്പൂരം നടത്തുന്നു. ഖുറാഫികളെ, ഇത് ശിർക്കല്ലെങ്കിൽ പിന്നെ ഏതാണ് ശിർക്ക് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്.
ജിന്ന് പൂജകന്മാരോട് ഒരു കാര്യം ഞങ്ങൾ പറയുന്നു. അതെന്താണ്? അള്ളാഹുവിന്റെ റസൂലിനോട് സഹായം ചോദിക്കുന്നതിനെ കുറിച്ച് തന്നെയാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. അത് കൂരിക്കുഴിയിൽ വെച്ചോ അല്ലെങ്കിൽ മലപ്പുറം സ്വലാത്ത് നഗറിൽ വെച്ചോ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് ഏതെങ്കിലും തങ്ങളോ മുസ്ലിയാരോ അല്ലെങ്കിൽ മുഅ്മിനീങ്ങളോ ഇസ്തിഗാസ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിർവഹിച്ച ഇസ്തിഗാസ മലയാളത്തിലാണ്, കിതാബുകളിലൊക്കെ എഴുതി വെച്ച ഇസ്തിഗാസ അറബിയിലാണ് എന്നതൊഴിച്ചാൽ രണ്ടും തമ്മിലൊരു മാറ്റമല്ല. എന്താണിപ്പോ വലിയ തെറ്റ്? ഊരിക്കുഴി സ്വലാത്ത് നടക്കുന്ന സ്ഥലത്ത് വെച്ച് അവിടെയുള്ള ഒരു തങ്ങൾ ഇസ്തിഗാസ നടത്തി. എന്ത്? നബിയെ സഹായിക്കണേ, നബിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ ഇസ്തിഗാസ നടത്തുകയാണ്. അത് മലയാളത്തിലാണ്. എന്നാൽ മുസ്ലിമീങ്ങള് ഇസ്തിഗാസ കാലാകാലങ്ങളായി നടത്തി വരുന്നതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽക്ക്, അതുപോലെ തന്നെ സ്വഹാബത്തിന്റെ കാലം മുതൽക്ക് സഹോദരങ്ങളെ ഇസ്തിഗാസയുണ്ട്. ഇന്നും നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ റസൂലിന്റെ റൗദയിൽ ചെന്നാൽ വഹാബികളുടെ നേതൃത്വത്തിൽ ഭരണം നടക്കുന്നു എന്നാണല്ലോ പറയുന്നത്. ആ റൗദയുടെ ചുമരിൽ എഴുതി വെച്ചിരിക്കുന്ന പദ്യശകലങ്ങൾ മദീന സിയാറത്ത് ചെയ്യുന്ന ആർക്കും വായിച്ചു നോക്കാം. ആ ചുമരിൽ വളരെ ഭംഗിയായി ഇപ്പൊ ചില അക്ഷരങ്ങളും ചില വരികളൊക്കെ മായ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ശ്രദ്ധിച്ചു നോക്കുന്ന ആളുകൾക്ക് വളരെ ഭംഗിയായി വായിച്ച് നോക്കാൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ റൗദയിൽ നൂറ്റാണ്ടുകളായി എഴുതി വെച്ച കവിതാശകലങ്ങളുണ്ട്. ആ കവിതാശകലങ്ങൾ അത് ശിർക്കാണെന്നോ കുഫറാണെന്നോ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് ഇസ്തിഗാസ നടത്തുന്ന, അള്ളാഹുവിന്റെ റസൂലിനോട് ശഫാഅത്ത് തേടുന്ന ആ അർത്ഥം ഉൾക്കൊള്ളുന്ന ആ കവിതകൾ ഈ റൗദാ ഷരീഫിന്റെ ചുമരിൽ നിന്നും മായ്ച്ചു കളയണമെന്നോ ലോകത്തുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ സഹോദരങ്ങളെ ഇന്ന് വരെ ആവശ്യപ്പെട്ടിട്ടില്ല. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ലോകത്തിന്റെ വിവിധങ്ങളായ ദിക്കുകളിൽ നിന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നൂറ്റാണ്ടുകളായി അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ ഷരീഫ് സിയാറത്ത് ചെയ്തു വരുന്നു. അങ്ങനെ റൗദാ ഷരീഫിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുള്ള ഈ കവിതകൾ, ഈ കവിതാശകലങ്ങൾ കണ്ട് അത് പരിശുദ്ധ ഖുർആനിന് വിരുദ്ധമാണ്, അല്ലെങ്കിൽ തിരുസുന്നത്തിന് വിരുദ്ധമാണ്, അതിൽ പരാമർശിക്കുന്ന പല കാര്യങ്ങളും ശിർക്കാണ് എന്ന് പറഞ്ഞ് സൗദി ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ അവിടെയുള്ള മുസ്ലിം പണ്ഡിതന്മാരെയോ നേതാക്കന്മാരെയോ ഉപദേശിക്കുവാനോ അള്ളാഹുവിന്റെ റസൂലിന്റെ റൗദയുടെ ചുമരിന്മേൽ എഴുതി വെച്ചിട്ടുള്ള ഈ കവിതാശകലങ്ങൾ മായ്ച്ചു കളയണമെന്ന് ആവശ്യപ്പെടാനോ ഇന്ന് വരെയും ഒരൊറ്റ പണ്ഡിതനും തയ്യാറായിട്ടില്ല. യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ അൽവി അലാ അഹദി. അള്ളാഹുവിന്റെ റസൂലിന്റെ റൗദാ ഷരീഫിൽ എഴുതി വെച്ചിരിക്കുന്ന, കൊത്തിവെച്ചിരിക്കുന്ന കവിതാ ശകലങ്ങളാണ്. യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി. അള്ളാഹുവിന്റെ പ്രവാചകരെ, അങ്ങ് എന്റെ കൈ പിടിച്ച് രക്ഷപ്പെടുത്തണമേ. യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി. എന്റെ കൈ പിടിച്ച് അങ്ങ് രക്ഷപ്പെടുത്തണമേ. മരിച്ച് ഖബറിൽ കിടക്കുന്ന അള്ളാഹുവിന്റെ റസൂലിനോട് ലക്ഷോപലക്ഷം വരുന്ന സത്യവിശ്വാസികൾ സഹോദരങ്ങളെ, ആ ഖബറിന്റെ മുകളിൽ, ആ ഖബറിന്റെ ചുമരിന്റെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ച കവിതകൾ അതിങ്ങനെ നോക്കി ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ അൽവി അലാ അഹദി. എനിക്ക് അങ്ങയോടല്ലാതെ പരാതി പറയാനില്ല, അങ്ങയോടല്ലാതെ അഭയം തേടാനില്ല, അങ്ങയോടല്ലാതെ എനിക്ക് രക്ഷ തേടാൻ മറ്റൊരു കേന്ദ്രമില്ല എന്നിങ്ങനെ മദീനയിൽ കിടക്കുന്ന അള്ളാഹുവിന്റെ റസൂലിനോട് വിളിച്ചു പറയുന്നു. മാത്രമല്ല വീണ്ടും ആ കവിതയിൽ കാണാം, യാ മൻ യഖൂമു മഖാമൽ ഹംദി മുൻഫരിദ ലിൽ വാഹിദിൽ ഫർദി ലം യൂലദ് വലം യലിദി യാ മൻ തഫജ്ജറത്തിൽ അൻഹാറു നാബിഅതൻ മിൻ ഇസ്ബഇഹി ഫഅർവൽ ജൈശ ബിൽ മദദി ഇന്നി ഇദാ മസ്സനി ളൈമുൻ യുറബ്ബിഉനി അഖൂലു യാ സയ്യിദസ് സാദാതി യാ സനദി കുല്ലി ശഫീഅൻ ഇലർ റഹ്മാനി മിൻ സലലി കുല്ലി ശഫീഅൻ ഇലർ റഹ്മാനി മിൻ സലലി ഫംനുൻ അലയ്യ ബിമാ ലാ കാന ഫീ ഖലദി. എനിക്ക് ശഫാഅത്ത് ചെയ്യണം,
ഇന്നി ഇദാ മസ്സനി ദൈമുൻ യുറബ്ബിഉനി അഖൂലു യാ സയ്യിദ സാദാതി യാ സനദി. രക്ഷിക്കണമേ തങ്ങളെ, രക്ഷിക്കണമേ, രക്ഷിക്കണമേ എന്നാണ് ആ കവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖുല്ലി ശഫീഅൻ ലിർ റഹ്മാനി മിൻ സലലി. എനിക്ക് ശഫാഅത്ത് ചെയ്യണമേ പ്രവാചകരെ, അങ്ങ് എനിക്ക് ശഫാഅത്ത് ചെയ്യണമേ. ഫംനുൻ അലയ്യ, എനിക്ക് ഗുണം ചെയ്യണമേ, എനിക്ക് ഗുണം ചെയ്യണമേ. ബിമാലാ കാന ഫീ ഖലദി വംദുർ ബിഐനിർ റിളാ വംദുർ ബിഐനിർ റിളാ ലി ദായിമൻ അബദാ വസ്തുർ ബിഫളിക തക്സീരി മദാ അമദി. വംദുർ ബിഐനിർ റിളാ, തൃപ്തിയുടെ കണ്ണുകൊണ്ട് എന്നെ നോക്കേണമേ. നബിയോട് പറയാ, തൃപ്തിയുടെ കണ്ണുകൊണ്ട് എന്നെ നോക്കേണമേ. വംദുർ ബിഐനിർ റിളാ ലി ദായിമൻ അബദാ, എന്നും എപ്പോഴും അങ്ങയുടെ തൃപ്തിയാകുന്ന കണ്ണുകൊണ്ട് എന്നെ നോക്കണമേ. വസ്തുർ ബിഫളിക തക്സീരി മദാ അമദി, എന്റെ വീഴ്ചകളും എന്റെ കുറ്റങ്ങളും അങ്ങയുടെ ഔദാര്യം കൊണ്ട് എന്നെ മറച്ചു പിടിക്കണമേ, എന്നെ ഐബിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്നിങ്ങനെ പറഞ്ഞ നബിയോട് പറയുന്നു. വഅതിഫ് അലയ്യ ബിഅഫ്വിൻ മിൻക യശ്മലുനി ഫഇന്നനി ഇൻദ അൻക യാ മൗലായ ലം അഹിദി. എത്രയാണ് സുഹൃത്തുക്കളെ നബിനെ വിളിച്ച് ഇങ്ങനെ പറയാണ്. അള്ളാഹുവിന്റെ റസൂല് മരണപ്പെട്ട് നൂറ്റാണ്ടുകളായി. ആ നൂറ്റാണ്ടുകളായി മരണപ്പെട്ടു പോയ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാണ്, രക്ഷപ്പെടുത്തണമേ, എനിക്ക് ഗുണം ചെയ്യണമേ, എന്റെ ഐബുകൾ മറക്കണമേ, എനിക്ക് ഷഫീ ആയിക്കൊണ്ട് വർത്തിക്കണമേ, എനിക്ക് ശഫാഅത്ത് ചെയ്യണമേ. ഇത് നൂറ്റാണ്ടുകളായി റൗളയുടെ ചുമരിന്മേൽ കാണാം, ഇപ്പോഴും കാണാം. അറബി വായിക്കാൻ അറിയുന്ന ആർക്കും റൗള ഷരീഫിന്റെ ചുമരിൽ സഹോദരങ്ങളെ ഈ കവിതകൾ എഴുതി വെച്ചത് കാണാം. എന്നിട്ട് ഏതെങ്കിലും ഒരു പണ്ഡിതൻ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ചെന്നിട്ട് സഹോദരങ്ങളെ ഇത് ശിർക്കാണ്, ഇത് കുഫറാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് മായ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പോട്ടെ, സൗദിയിൽ എന്ന് പറയണ്ട, ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഒരു പത്രസമ്മേളനം വിളിച്ച് അല്ലെങ്കിൽ ഒരു പണ്ഡിത സമ്മേളനം വിളിച്ച് റൗളയുടെ ആ ചുമരിൽ കാണുന്ന കവിതകൾ അതിൽ ഇസ്തിഗാസയുണ്ട്, അതിൽ റസൂലുള്ളാഹിനോട് സഹായം ചോദിക്കുന്നുണ്ട്, റസൂലുള്ളാഹിനോട് പുറത്തു തരാൻ പറയുന്നുണ്ട്, റസൂലുള്ളാഹിനോട് ശഫാഅത്ത് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് കുഫറാകുന്നു, ശിർക്കാകുന്നു, അതുകൊണ്ട് അത് മായ്ച്ചു കളയേണ്ടതാകുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ഏതെങ്കിലും ഒരു പണ്ഡിതൻ? ഇല്ല. അത് പറഞ്ഞത് ഈ ജിന്ന് പൂജകന്മാര് മാത്രം. അല്ലാഹുവിന്റെ റസൂലിനോട് ശഫാഅത്ത് തേടുന്നത്, റസൂലുള്ളാഹി തങ്ങളോട് മാപ്പ് ചോദിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂലിനോട് ഇസ്തിഗാസ നടത്തുന്നത് ശിർക്കാണ്, അത് ചെയ്യുന്നവൻ മുശ്രിക്കാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ജിന്ന് പൂജകന്മാർ മാത്രമാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം സഹോദരങ്ങളെ. അതുകൊണ്ട് കഴിഞ്ഞു നമ്മുടെ വെളിയങ്കോട് മറവിട്ട് കിടക്കുന്ന ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിടത്തിൽ ചെന്ന് ചൊല്ലിയ പദ്യങ്ങൾ നമ്മുടെ മൗലിദ് കിതാബിന്റെ വരികളിൽ, മൗലിദ് കിതാബിന്റെ സൈഡുകളിൽ നമുക്ക് കാണാൻ പറ്റും. യാ അക്റമൽ ഖുറമാ അലാ അഅതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും യർജുൽ അതാ അലൽ ബുകാഇ ബിബാബികും والدمع في خديه سال سجيما صلوا عليه وسلموا تسليما. കൂരിക്കുഴി തങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മമ്പുറത്തെ തങ്ങന്മാര് മാത്രമല്ല, മലപ്പുറത്തെ സ്വലാത്തിന് നേതൃത്വം നൽകുന്ന തങ്ങൾ മാത്രമല്ല, നബിയെ രക്ഷിക്കണേ, നബിയെ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്തിഗാസ നടത്തുന്നത് സഹോദരങ്ങളെ ലോകത്ത് ലക്ഷോപലക്ഷം മനുഷ്യര് മുസ്ലിമീങ്ങൾ സിയാറത്ത് ചെയ്യുന്ന റൗള ഷരീഫിന്റെ ചുമരിൽ തന്നെ ആരും വിട്ടുപോകണ്ട എന്ന് മനസ്സിലാക്കി, ആരും അത് ഓർക്കാതെ പോകണ്ട എന്ന് മനസ്സിലാക്കി മമ്പുറം മക്കാമിൽ ചെന്നാൽ നമുക്ക് യാസീൻ സൂറത്ത് എഴുതി വെച്ചത് കാണും. എന്തിനാണിത്? യാസീൻ മനപ്പാടമില്ലാത്ത ആരെങ്കിലും മക്കാമിൽ വരുന്നുണ്ടെങ്കിൽ അവർക്ക് സഹായകമാകാൻ വേണ്ടി അവിടെ യാസീൻ സൂറത്ത് ഇങ്ങനെ എഴുതിയിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതുപോലെ എല്ലാ മക്കാമുകളിലും അങ്ങനെ കാണാൻ പറ്റും. അതെന്തിനാണ്? ഇതാ വരുന്ന ആളുകൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഇത് നോക്കിക്കൊണ്ട് ചൊല്ലിക്കോളൂ എന്ന അറിയിപ്പാണ്. എന്നതുപോലെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും വരുന്ന മുസ്ലിമീങ്ങൾക്ക് ഇതാ റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യാനുള്ള, അല്ലാഹുവിന്റെ റസൂലിനോട് ശഫാഅത്ത് ചോദിക്കാനുള്ള വരികളും പദ്യങ്ങളും കവികൾ ബഹുമാനപ്പെട്ട ഇമാം നവവി വളരെ പുണ്യമുള്ളതായി വിശദീകരിച്ചിട്ടുള്ള കവിതകളും വാക്കുകളും മനഃപ്പാടമില്ലെങ്കിൽ ഇതാ ഈ ചുമരിൽ നോക്കിക്കൊണ്ട് ചൊല്ലിക്കോളൂ എന്ന അറിയിപ്പാണ്
തരീഫാണ് സുഹൃത്തുക്കളെ വാസ്തവത്തിൽ അവിടെ നടത്തിയിരിക്കുന്നത്. അങ്ങനെ ആ കവിത ഇങ്ങനെ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും സിയാറത്തിന് ചെല്ലുമ്പോൾ അവിടെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആരും അത് കുഫ്റാണ് ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം നടത്തിയ ഇസ്തിഗാസ നോക്കൂ നിങ്ങൾ. യാ അക്രമൽ ഖുർബാന അഅ്താബിക്കും, നബിയെ ഞാൻ അങ്ങയുടെ ഉമ്മറപ്പടിയിൽ വന്ന് നിൽക്കുകയാണ്. അള്ളാന്റെ റസൂലിന്റെ റൗദന്റെ അടുത്ത് എന്നിട്ട് ഉമർ ഖാദി പാടുക, ഞാന് അങ്ങയുടെ ഉമ്മറപ്പടിയിൽ എത്തി നിൽക്കുന്നു. ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബിക്കും, എന്തിനാ ഞാൻ വന്നിരിക്കുന്നത്? എന്തിനാണ് നബിയെ ഞാൻ അങ്ങയുടെ ഉമ്മറപ്പടിയിൽ വന്നിരിക്കുന്നത്? യർജുൽ അതാഅലൽ ബുകാഇ ബിബാബിക്കും, കരഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്. എന്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ ആവശ്യം അങ്ങ് നിർവഹിച്ചു തരണം, പരിഹരിച്ചു തരണം. പ്രശ്നങ്ങളെ എനിക്ക് പരിഹരിച്ചു തരണം. അതിനു വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട ഉമറുൽ ബിലങ്കൂത്തി സഹോദരങ്ങളെ ഉമറുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധാനത്തിൽ ചെന്നുകൊണ്ട് കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ഇസ്തിഗാസ നടത്തുന്നു. ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ജിന്ന് പൂജകനായ മൗലവി പറയുന്നത്, ഇതാണ് കൊടിയ ശിർക്ക്, ഇതിലും വലിയ ശിർക്കില്ല. നോക്കൂ അദ്ദേഹം പറയുന്നത്, റസൂലുള്ളാഹിനെ വിളിച്ച് പരസ്യമായി പ്രാർത്ഥിച്ച് ആയിരക്കണക്കിന് ആളുകളെ കൊണ്ടാമയും പറയിക്കുന്ന കടുത്ത ശിർക്ക്, തടിച്ച ശിർക്ക്, തൊട്ട് കാണിക്കാവുന്ന ശിർക്ക്. നിങ്ങളാണോ ഞങ്ങളെ നവീകരണം പറഞ്ഞ് ആക്ഷേപിക്കുന്നത്? ഖുബൂരികളെ, ഇതിലും വലിയ ശിർക്കുണ്ടോ ലോകത്ത്? അപ്പോ അള്ളാന്റെ റസൂലിന്റെ ഖബറിന്റെ ജാറത്തിന്റെ ചുമര് തന്നെ ശിർക്കാണ്. എന്തിനെ കുറിച്ചാണ് അദ്ദേഹം കൊടിയ ശിർക്ക് എന്ന് പറഞ്ഞത്? അത് മലപ്പുറം സ്വലാത്തിൽ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങള് റസൂലുള്ളാഹി തങ്ങളോട് ഇസ്തിഗാസ ചെയ്യുന്നുണ്ട്. തൃശൂർ ജില്ലയിലെ ഏതോ ഒരു സ്വലാത്ത് മജ്ലിസിൽ വെച്ച് അവിടെ ഏതോ ഒരു തങ്ങള് റസൂലുള്ളാഹിനോട് ഇസ്തിഗാസ നടത്തുന്നുണ്ട്. അതാണ് കൊടിയ ശിർക്ക്. ഇതിലും വലിയ ശിർക്കുണ്ടോ ഖുറാഫികളെ എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. സഹോദരങ്ങളെ, അതേ ഇസ്തിഗാസ തന്നെയാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി നടത്തിയത്. ആ ഉമറുൽ ഖാദിയെ കുറിച്ചും ജിന്ന് പൂജകന്മാർ പറയുന്നത് അദ്ദേഹം കൊടിയ മുശ്രിക്കാണ് എന്നാണ്. മാത്രമോ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ ഷരീഫിന്റെ ചുമരിൽ, ആ റൗദാ ഷരീഫിന്റെ ജാറത്തിന്റെ മക്കാമിന്റെ ചുമരിൽ സഹോദരങ്ങളെ നൂറ്റാണ്ടുകളായി രേഖപ്പെടുത്തപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ലോകത്ത് റസൂലുള്ളാഹി തങ്ങളെ സിയാറത്ത് ചെയ്യുന്ന മുസ്ലിമീങ്ങൾ അതിങ്ങനെ നോക്കിക്കൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്തിഗാസ അടങ്ങുന്ന നബിയെ രക്ഷിക്കണേ, എന്നെ സഹായിക്കണേ, എന്റെ ദോഷം പൊറുക്കാൻ സഹായിക്കണേ, എനിക്ക് ശഫാഅത്ത് ചെയ്യണേ എന്നിങ്ങനെ നബിയോട് പറയുന്ന കവിതാശകലങ്ങൾ ചൊല്ലുന്ന എല്ലാ മുസ്ലിമീങ്ങളും കാഫിറുകളാണ്. അത് ചൊല്ലുന്ന മുഴുവൻ മുസ്ലിമീങ്ങളും മുശ്രിക്കുകളാണ്. അതവിടെ എഴുതി വെക്കാൻ അനുവാദം കൊടുക്കുന്ന സൗദി അറേബ്യയിലുള്ള ഭരണാധികാരികൾ അവർ ശിർക്കിനെ സഹായിക്കുന്നവരാണ് എന്നല്ലേ സഹോദരങ്ങളെ ഇദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം? ഇദ്ദേഹത്തിന്റെ മറ്റൊരു അനുയായിയാണല്ലോ മക്കത്തെ ഹജ്ജിന് പോകുന്ന ഹാജിമാര് മൊത്തം കാഫിറാണെന്ന് പറഞ്ഞത്. അത് പഞ്ചദിന പ്രഭാഷണത്തിൽ ഒരവസരത്തിൽ നാം കേൾപ്പിച്ചിട്ടുണ്ട്. മക്കയിലെ ഹജ്ജിനെത്തുന്ന മുഴുവൻ മുസ്ലിമീങ്ങളും കാഫിറാണെന്ന് അയാൾ പ്രസംഗിച്ചത്. ഇൻഷാ അല്ലാഹ് അത് വെട്ടിച്ചിറ പ്രഭാഷണത്തിന്റെ സിഡിയിൽ നിങ്ങൾക്ക് കേൾക്കാം എന്ന് മാത്രം ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നു. മറ്റൊരു കാര്യം, നമ്മുടെ ജിന്ന് പൂജകന്റെ ഒരു വെല്ലുവിളി. എന്താ വെല്ലുവിളി? ജിന്ന് പൂജകൻ വെല്ലുവിളിക്കാം നമ്മളെ. എന്ത്? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ദീനിലുള്ളതെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? മനസ്സിലായില്ല? വെല്ലുവിളി മനസ്സിലായില്ല? നമ്മളെ വെല്ലുവിളിക്ക. എന്ത്? അള്ളാന്റെ റസൂലിന്റെ കാലത്തുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ദീനിലുള്ളതെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നോക്കൂ അയാൾ ചോദിക്കുന്നത്. പ്രഖ്യാപിക്കാൻ ധൈര്യമുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഈ ദീനിൽ എന്തൊക്കെയാണോ ഉണ്ടായിരുന്നത് അത് മാത്രമേ ഞങ്ങൾക്കുണ്ടാവുള്ളൂ. ഞങ്ങൾ കൊണ്ടു നടക്കുന്ന ദീനിൽ അത് മാത്രമേ ഉള്ളൂ. അതല്ലാത്തതെല്ലാം ഒഴിവാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പറയാൻ ധൈര്യമില്ല. കാരണം ദീന് പൊളിഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തുള്ളത് മാത്രമാണ് ദീന് എന്ന് പറഞ്ഞാൽ ദീന് പൊളിഞ്ഞു പോവും ജിന്ന് പൂജകന്മാരെ. അതുകൊണ്ടാണ് പറയാത്തത്. എന്താ തട്ടിപ്പിന്റെ ഊക്ക്? അള്ളാന്റെ റസൂലിന്റെ കാലത്തുള്ളത് മാത്രമാണ് ദീന് എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞങ്ങൾക്ക് ധൈര്യമല്ല. കാരണം എന്താ അറിയോ? ഇന്ന് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ വരെ അല്ല എന്ന് പറയേണ്ടി വരും. ഇന്ന് ഓതിക്കൊണ്ടിരിക്കുന്ന മുസാഫിന്റെ ഖുർആൻ, ആ ഖുർആൻ വരെ സഹോദരങ്ങളെ സ്വഹാബത്തിന്റെ കാലത്താണ് ഉണ്ടായത്.
ഖുർആനിന്റെ സമ്പൂർണമായ ക്രോഡീകരണം നടത്തുകയും ആ ഖുർആൻ ഇന്ന് കാണുന്ന രൂപത്തിൽ നമ്മുടെ കയ്യിൽ മുസഹഫായി തന്നതും ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണ്. എത്ര കാലം കഴിഞ്ഞു? അല്ലാഹുവിന്റെ റസൂൽ മരിച്ചു, സിദ്ദീഖുൽ അക്ബർ മരിച്ചു, ഉമറുൽ ഫാറൂഖ് മരിച്ചു റളിയല്ലാഹു അൻഹും. അലി ഇബ്നു അബീ ത്വാലിബിന്റെ മുമ്പ് ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കാലത്താണ് സഹോദരങ്ങളെ ഖുർആന്റെ സമ്പൂർണമായ ക്രോഡീകരണം നടക്കുന്നത്. അതിനു മുമ്പ് ഖുർആൻ ഒറ്റ മുസഹഫായി അത് ഒരു സ്ഥലത്ത് ക്രോഡീകരിച്ചു. ആരുടെ കാലത്ത്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് ഒറ്റ മുസഹഫായി ഒരു ഗ്രന്ഥത്തിൽ ക്രോഡീകരിച്ചു. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ഇന്ന് നമ്മൾ ഓതുന്ന രൂപത്തിലുള്ള, നമ്മുടെ മുസഹഫിനെ പറ്റി ഉസ്മാനി മുസഹഫ് എന്നാ പറയാ. ഉസ്മാനി മുസഹഫ് എന്ന് പറഞ്ഞാൽ അത് ഉസ്മാൻ ഇറക്കിയ മുസഹഫ് എന്നല്ല. പിന്നെയോ ഈ ഖുർആൻ അതിന്റെ സമ്പൂർണമായ ക്രോഡീകരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹു നടത്തിയത്. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തുള്ളത് മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുള്ളൂ എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ മുസഹഫ് ഞങ്ങൾ തട്ടണ്ടേ? ഞങ്ങൾക്ക് പറ്റുമോ? ഞങ്ങൾക്ക് ആ മുസഹഫ് വേണ്ടേ? ഞങ്ങൾക്ക് തട്ടാൻ പറ്റുമോ അത്? ഇനി എന്തിനാണ് ആ ചോദ്യം അറിയോ? ഒന്ന് അതന്നെ. രണ്ടാമത്തത്, ഈ വെല്ലുവിളി സ്വഹാബത്തിനോട് നടത്തിയ സ്വഹാബത്ത് എന്താ മറുപടി അറിയാം? നമ്മളെ ജിന്ന് പൂജകൻ ചെന്നിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം, ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം അവരൊക്കെ ജീവിച്ചിരിക്കുന്ന, ആ സ്വഹാബത്തൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ജിന്ന് പൂജകൻ ചെന്നിട്ട് അവിടെ ഒരു പ്രസംഗം. ആരോടാ പ്രസംഗം? ഉമറുൽ ഫാറൂഖിനോടും ഉസ്മാൻ ഇബ്നു അഫ്ഫാനോടും അലി ഇബ്നു അബീ ത്വാലിബും ഉൾക്കൊള്ളുന്ന സ്വഹാബത്തിനോട്. എന്താ സ്വഹാബത്തിനോട് ചോദിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തുള്ളത് മാത്രമാണ് ദീന് എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അത് സമ്മതിക്കാൻ നിങ്ങൾ തയ്യാറാകോ എന്ന് സഹോദരങ്ങളെ ഈ ജിന്ന് പൂജകൻ അവിടെ ചെന്നിട്ട് വെല്ലുവിളിച്ചാൽ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്തായിരിക്കും? ഉമറുൽ ഫാറൂഖിന്റെ മറുപടി എന്തായിരിക്കും? അലി ഇബ്നു അബീ ത്വാലിബിന്റെ മറുപടി എന്തായിരിക്കും? അവര് സ്വകാര്യമായിട്ട് പറയും അങ്ങനെ പറ്റൂല. കാരണം എന്താ അറിയോ? ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖിന്റെ കാലഘട്ടത്തിലാണ് തറാവീഹ് ഒറ്റ ജമാഅത്തായി 20 റക്അത്ത് നടപ്പാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കുറെ കാലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷമാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്നത്. ആ ഉമറുൽ ഫാറൂഖ് തങ്ങളാണ് തറാവീഹ് ഒറ്റ ജമാഅത്തായി 20 റക്അത്ത് നടപ്പാക്കുന്നത്. സ്വഹാബത്ത് എല്ലാവരും അംഗീകരിച്ചു. അപ്പൊ ജിന്ന് പൂജകൻ ചെന്നിട്ട് ചോദിക്കുക, റസൂലുള്ളാഹിന്റെ കാലത്തുള്ളത് ആണ് ദീന്, അത് മാത്രമാണ് ദീന് എന്ന് സമ്മതിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വഹാബത്ത് എന്താ പറയാ? ഇല്ല. കാരണം എന്താ? ഈ തറാവീഹ് 20 റക്അത്ത് ഒറ്റ ജമാഅത്തായി നടപ്പാക്കി എന്നത് റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ലാത്തതാണെങ്കിൽ, അത് ഉമറുൽ ഫാറൂഖിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ദീനാണ്. കാരണം എന്താ? അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എന്റെ സ്വഹാബത്ത് നക്ഷത്ര സമാനരാണ്, അവരിൽ നിന്ന് ആരെ നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ സന്മാർഗലബ്ധരാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ സ്വഹാബത്തിൽപ്പെട്ട ഉമറുൽ ഫാറൂഖാണ് തറാവീഹ് 20 റക്അത്ത് ഒറ്റ ജമാഅത്തായി ഒരു ഇമാമിന് കീഴിൽ നടപ്പാക്കിയതെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തുള്ളത് മാത്രമാണ് ദീന് എന്ന് പറയാൻ മുസ്ലിമീങ്ങൾക്ക് പറ്റില്ല. ഇനി ജുമയുടെ രണ്ടാമത്തെ വാദം, ഇതൊക്കെ ഇവിടെ നേരത്തെ വിശദമായി പറഞ്ഞതാണ്, ഇപ്പൊ ഉദാഹരണത്തിന് വേണ്ടി സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ജുമയുടെ രണ്ടാമത്തെ വാദം എന്നാ തുടങ്ങിയത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതൽക്കാണ് തുടങ്ങിയത്. മുജാഹിദുകൾ പറയുന്നത് ജുമയുടെ രണ്ടാമത്തെ വാങ്ങുണ്ടല്ലോ ഇസ്ലാമില്, അത് മുസ്ലിമീങ്ങൾ എല്ലാ പള്ളികളിലും ജുമാക്ക് നിർവഹിക്കുന്നതാണല്ലോ എന്ന് പറയുമ്പോൾ മുജാഹിദുകളുടെ മറുപടി എന്താ? അത് ഉസ്മാന്റെ വാങ്കല്ലേ, അത് ഉസ്മാന്റെ വാങ്കല്ലേ. എന്താ ഇവരെ വർത്തമാനം കേട്ടാ പുത്തനത്താണി അങ്ങാടിയിൽ കച്ചവടം ചെയ്യണ ഏതോ ഉസ്മാൻ കാക്കയാണെന്ന് തോന്നിപ്പോയി ഈ പറച്ചിൽ കേട്ടാൽ. ഉസ്മാനും ബിൽ ജന്ന, ഉസ്മാൻ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ ഉസ്മാനാണത്. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു 2 ബാങ്ക് നടപ്പാക്കി. അപ്പൊ നമ്മളെ ജിന്ന് പൂജകന്റെ ചോദ്യം എന്ത്? റസൂലുള്ളാഹിന്റെ കാലത്തുള്ള ദീനനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം രണ്ടാമത്തെ ബാങ്ക് കൊടുക്കാതെ ജുമാ നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? അതാണ് ആ ചോദ്യം.
ഞങ്ങൾ കൃത്യമായി ഉത്തരം പറയുന്നു, സാധ്യമല്ല. കാരണം ഞങ്ങൾക്ക് റസൂലുള്ളാഹിനെ അംഗീകരിക്കണം, റസൂലുള്ള പറഞ്ഞതും അംഗീകരിക്കണം. എന്താ റസൂലുള്ള പറഞ്ഞത്? അസ്ഹാബി കല്ലുജൂം, എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്. ഫബിഅയ്യിഹിം, അവരിൽ നിന്ന് ആരോട് ഇഖ്തദൈതും, നിങ്ങൾ പിന്തുടർന്നാലും ഇഹ്തദൈതും, നിങ്ങൾ സന്മാർഗലബ്ധരാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ആ സ്വഹാബത്താണ് 2 ബാങ്ക് നടപ്പാക്കിയത്. അതുകൊണ്ട് ആ ബാങ്ക് ഞങ്ങൾക്ക് കൊടുക്കുന്ന വേണം. മൗലവി പറയാ, റസൂലുള്ളാഹിന്റെ കാലത്തുള്ളത് മാത്രമാണ് ദീന് എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ, തയ്യാറുണ്ടോ? സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാമിന്റെ വളരെ മർമ്മപ്രധാനമായ സുപ്രധാനങ്ങളായ ഒത്തിരി വിഷയങ്ങളെ അട്ടിമറിക്കാനും നശിപ്പിക്കാനുമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തുള്ളത് മാത്രമേ ദീനാവുള്ളൂ എന്ന് വഹാബികൾ പറയാനുള്ള കാരണം. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തുള്ളത് മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. കണ്ടോ, സ്വഹാബത്ത് നടപ്പാക്കിയത് ദീനാണ്. മാത്രമോ, സ്വഹാബത്ത് മാത്രമല്ല, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നന്മ കൊണ്ട് അവരെ പിൻപറ്റിയ ആളുകൾ, അവര് നടപ്പാക്കിയതും ദീനാ. അതുകൊണ്ടല്ലേ മദ്ഹബിന്റെ ഇമാമുകളൊക്കെ പറഞ്ഞ ദീനായിട്ട് നമ്മൾ കൂട്ടുന്നത്. അപ്പൊ മദ്ഹബിന്റെ ഇമാമുകളാവട്ടെ, താബിഈങ്ങളാവട്ടെ, താബിഈങ്ങളാവട്ടെ, സ്വഹാബത്താവട്ടെ, അവരൊക്കെ പറയുന്നത് ദീനാണ്. ആ ദീന് നിങ്ങൾ പിൻപറ്റണം. അങ്ങനെ പിൻപറ്റിയാൽ നിങ്ങളെ പടച്ചവൻ പൊരുത്തപ്പെടും. പടച്ചവൻ പൊരുത്തപ്പെട്ടാൽ നിങ്ങൾ സ്വർഗത്തിലെത്തും എന്നാ പടച്ചോൻ പറഞ്ഞത്, ഖുർആനിൽ പറഞ്ഞത്. ഈ മൗലവി വെട്ടിത്തിറങ്ങാടിൽ വന്നിട്ട് വെല്ലുവിളിക്കുക, എന്നിട്ട് അത് കേട്ട് ഉള്ളം കയ്യിൽ മാന്തിച്ചിരിക്കാൻ കുറച്ച് ജാഹിലീങ്ങളും. എന്താ ചോദ്യം, എന്താ ചോദിക്കണത്? അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തുള്ളത് മാത്രമാണ് ദീൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ കിട്ടോ സുഹൃത്തുക്കളെ? ബുഖാരി സ്വീകരിക്കാൻ പറ്റോ? മുസ്ലിം സ്വീകരിക്കാൻ പറ്റോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തിന് ശേഷം ആളുകൾ എഴുതിയ ഗ്രന്ഥങ്ങൾ ഏതെങ്കിലും സ്വീകരിക്കാൻ പറ്റോ? ആ ഗ്രന്ഥങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മതനിയമങ്ങൾ കണ്ടെത്താൻ പറ്റോ? എന്താ ബുഖാരി കൊള്ളു പറഞ്ഞതായിക്കൂടെ? മുസ്ലിം കൊള്ളു പറഞ്ഞതായിക്കൂടെ? അതുകൊണ്ട് മൗലവിമാരെ, ജിന്ന് പൂജകന്മാരെ, ഒറ്റക്കാര്യമേ പറയാനുള്ളൂ. അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ സംസാരിക്കാൻ, അത് സംസാരിക്കാൻ അവിടെ വേറെ ആൾക്കാരുണ്ട്. ദീൻ പഠിച്ചവരും ദീൻ അറിയുന്നവരും അത് പറഞ്ഞോളൂ. നിങ്ങൾക്ക് ദീൻ അറിയില്ല, നിങ്ങൾക്ക് ദീൻ അറിയില്ല. ദീൻ അറിയാത്തത് കൊണ്ടാണ് അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ നിങ്ങൾ പൊട്ടത്തരങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നോക്കൂ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തുള്ളത് മാത്രമാണ് ദീൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മുജാഹിദാകാൻ പറ്റും? അവമാണല്ലോ നോക്കുക. അള്ളാന്റെ റസൂലിന്റെ കാലത്തുള്ളത് മാത്രമാണ് ദീൻ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ മുജാഹിദാകാൻ പറ്റും? മുജാഹിദാകണമെങ്കിൽ കുത്തുബ പരിഭാഷപ്പെടുത്തണം, വേണ്ടേ? മുജാഹിദാണെങ്കിൽ കുത്തുബ പരിഭാഷപ്പെടുത്തണം. അള്ളാന്റെ റസൂൽ കുത്തുബ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടോ? ഇവിടെ വെട്ടിച്ചിറയെ പ്രസംഗിച്ച ജിന്ന് പൂജകം പറയാണ്, എന്ത്? ഞങ്ങൾ കുത്തുബ പരിഭാഷപ്പെടുത്തുന്നത് റസൂലുള്ളാഹി തങ്ങളോടുള്ള ഇത്തിബാ ആണ്. എന്താ ഇത്തിബാ? റസൂലുള്ളാഹിനോടുള്ള ഇത്തിബാഇന് വേണ്ടി ഞങ്ങൾ ഖുതുബയുടെ ഫർളുകൾ അറബിയിൽ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് ഈ ഫർളുകൾ മാത്രം പറയല് ഇത്തിബാ ആകാ? അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഇത്തിബാഇന് വേണ്ടിയാണ് ഫർളുകൾ അറബിയിൽ പറയുന്നതെങ്കിൽ സഹോദരങ്ങളെ, റസൂലുള്ളാഹി തങ്ങൾ അറബിയിൽ ഫർളുകൾ മാത്രമാണോ പറഞ്ഞത്? റസൂലുള്ള ഖുതുബ മുഴുവനും നിർവഹിച്ചത്. അപ്പൊ നബിയോട് ഇത്തിബാ ചെയ്തുകൊണ്ടാണ് ഖുതുബ നിർവഹിക്കുന്നതെങ്കിൽ ഖുതുബ മുഴുവനും അറബിയിലാകണ്ടേ? ഈ ഫർള് അറബിയിലും മറ്റുള്ളത് മലയാളത്തിലും ആക്കാൻ ഏത് ഹദീസിലാ തെളിവുള്ളത്? ഏത് ഖുർആനിലാ തെളിവുള്ളത്? ഇല്ല. ഇവരുടെ ഗുഹ്യ പ്രദേശത്ത് നിന്ന് ഇവർ മെനഞ്ഞുണ്ടാക്കിയ തെളിവല്ലാതെ അല്ലാഹുവിന്റെ ഖുർആനിലും സുന്നത്തിലും തെളിവില്ല. അത് പല ഓഫീസിൽ നിന്നുണ്ടാക്കിയ തെളിവാ. സ്വന്തം തെളിവില്ല, ഖുർആനിൽ തെളിവില്ല, സുന്നത്തിന് തെളിവില്ല. സ്വന്തം സ്വകാര്യ പ്രദേശങ്ങളിൽ നിന്ന് മെനഞ്ഞുണ്ടാക്കിയ തെളിവുകളല്ലാതെ അല്ലാഹുവിന്റെ ഖുർആനിലോ സുന്നത്തിലോ ഖുതുബയുടെ ഫർളുകൾ മാത്രം അറബിയില്, ബാക്കിയൊക്കെ മലയാളത്തിൽ പ്രാദേശിക ഭാഷയിൽ നിർവഹിക്കാം എന്ന് പറയുന്ന ഒരൊറ്റ രേഖയും ലോകത്ത് ജീവിച്ചിരിപ്പുള്ള ഒരൊറ്റ ജിന്ന പൂജകനും കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്ന കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാൻ വെല്ലുവിളിച്ചാണ് പോകല്ല. പ്രസംഗം കഴിഞ്ഞാൽ മൈക്കങ്ങ കടന്നു തരും. അതാ നമ്മളെ പൗറ്. സുന്നത്യമായതിന്റെ പവർ അതാണ്. പ്രസംഗം കഴിഞ്ഞ് മൂടും തട്ടിയാണ് പോകല്ല. മൈക്ക നിങ്ങളുടെ കയ്യിൽ തരും. പറഞ്ഞ കാര്യങ്ങൾ പറയാത്ത കാര്യങ്ങളും എന്താ സംശയമുള്ളത് തുറന്നു ചോദിക്കാനുള്ള അവസരം തരും. സഹോദരങ്ങളെ, ഖുതുബയുടെ കാര്യം മാത്രമാണ്. നമ്മുടെ പഞ്ചദിന പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞിരുന്നു അഖ്സാമു തൗഹീദ് അല്ലേ? തൗഹീദ് 3 കഷ്ണങ്ങളാക്കി വഹാബികൾ. മടവൂർ ഗ്രൂപ്പിന്റെ നേതാവ് CP ഉമർ സുല്ലമി പറയുന്നു, ഇത് സ്വഹാബത്തിന്റെ കാലത്തില്ല, ഇത് സ്വഹാബത്തിന്റെ കാലത്തില്ല.
തൗഹീദിന്റെ വിഭജനം ആരംഭിക്കുന്നത് സ്വഹാബത്തിൽപ്പെട്ട എല്ലാവരും മരിച്ചു പോയതിനു ശേഷമാണ് തൗഹീദിന്റെ വിഭജനം ആരംഭിക്കുന്നത് എന്ന് CP ഉമർ സുല്ലമി ശബാബുമായി നടത്തിയ അഭിമുഖത്തിൽ സഹോദരങ്ങളെ പറഞ്ഞ കാര്യം ഞാനിവിടെ വിശദീകരിച്ചിരുന്നു. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മാത്രം ഉള്ള ദീനാണ് നിങ്ങൾ അംഗീകരിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ റസൂലുള്ളാഹിന്റെ കാലത്തുള്ള ദീന അംഗീകരിക്കുന്നത്? ആ ദീനിൽ അഖ്സാമു തൗഹീദ് ഉണ്ടോ? ഇല്ലെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. നിങ്ങളുടെ CP ഉമർ സുല്ലമി തന്നെ പറയുന്നു അഖ്സാമു തൗഹീദ് റസൂലുള്ളാഹിന്റെ കാലത്തുമില്ല, സ്വഹാബത്തിന്റെ കാലത്തുമില്ല. അത് പിന്നെ അതിന്റെയൊക്കെ ശേഷം ആരോ കെട്ടുണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഞാൻ അംഗീകരിക്കുന്നത് സ്വഹാബത്തിന്റെ കാലത്തുള്ള തൗഹീദാണ്. അതേ സമയത്ത് മൗലവി ഗ്രൂപ്പ് അംഗീകരിക്കുന്നതോ സ്വഹാബത്തിന്റെ കാലശേഷമുള്ള തൗഹീദാണ്. ഇബ്നു തൈമിയ എന്ന മാനസിക രോഗി കെട്ടിയുണ്ടാക്കിയ തൗഹീദാണ് അദ്ദേഹം അംഗീകരിക്കുന്നത്, മൗലവി ഗ്രൂപ്പ് അംഗീകരിക്കുന്നത് എന്ന് CP ഉമർ സുല്ലമി പറയുന്നു. അപ്പൊ അള്ളാന്റെ റസൂലിന്റെ കാലത്തുള്ള ദീന് നിങ്ങൾ അംഗീകരിക്കണില്ല. പലിശ ഉണ്ടോ അള്ളാന്റെ റസൂലിന്റെ കാലത്ത്? ഉണ്ടോ? അള്ളാന്റെ റസൂലിന്റെ കാലത്ത് പലിശ ഉണ്ടോ? പലിശ ഹറാമാക്കിയ മതമല്ല ഇസ്ലാം. പക്ഷെ നിങ്ങൾ പലിശ ഹലാലാക്കിയില്ലേ? മുസ്ലിം ഐക്യസംഘം എന്ന പേരിൽ ഇവര് തട്ടിപ്പടച്ചുണ്ടാക്കിയ ഒരു സംഘടന ഉണ്ട്. ആ സംഘടനയുടെ ചെറുപ്പകാലത്ത് തുടക്കകാലത്ത് തന്നെ പലിശ ഹലാലാക്കാൻ വേണ്ടി ഹീലത്തുർ റിബ എന്ന് പറയുന്ന പുസ്തകം എഴുതിക്കൊണ്ട് അല്ലെങ്കിൽ ആശയം രൂപീകരിച്ചുകൊണ്ട് അതിനുവേണ്ടി പുസ്തകം എഴുതിയവരാണ് ഇവരുടെ പ്രാഗ് നേതാക്കന്മാര് വഹാബിസത്തിന്റെ. ഇപ്പൊ സക്കാത്ത് വാങ്ങുന്ന പണം കൊണ്ട് ഈ ബാങ്കിലിട്ടിട്ട് ആ ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശയും കൂട്ടിയിട്ട് പാവങ്ങളെ തീറ്റിച്ചവരാണ് ഇവര്. ജിന്ന് പൂജകന്മാരെ, നിങ്ങളെ വിടുമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ ഈ റസൂലുള്ളാഹിന്റെ കാലത്തുള്ള മതാണത്. പലിശ കൊടുക്കരുത്. സക്കാത്തിന്റെ പേരിൽ പലിശ പാവങ്ങളെ തീറ്റിക്കല് സഹോദരങ്ങളെ റസൂലുള്ളാഹിന്റെ കാലത്തുള്ള മതാണോ? ഞാൻ ചോദിക്കട്ടെ, നുണ പറയൽ മത്സരം റസൂലുള്ളാഹിന്റെ കാലത്തുള്ള മത? ഇവിടെ നമ്മൾ സ്ക്രീനിൽ കാണിച്ചല്ലോ അല്ലേ? പഞ്ചദിന പ്രഭാഷണത്തിൽ നമ്മൾ സ്ക്രീനിൽ കാണിച്ചല്ലോ നുണ പറയൽ മത്സരം. അത് റസൂലുള്ളാഹിന്റെ കാലത്തുള്ള മത? റസൂലുള്ളാഹിന്റെ കാലത്തുള്ള മതം മാത്രം കൊണ്ടു നടക്കുന്ന ഒരു തൊലിച്ചിയാള്. സഹോദരങ്ങളെ, ദീനിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത, ഖുർആനിലോ സുന്നത്തിലോ മതത്തിന്റെ പ്രമാണങ്ങളിലോ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വാദമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തുള്ളത് മാത്രമേ മതമാകൂ എന്ന് പറയുന്നത് ദീനിൽ ഒരടിസ്ഥാനവുമില്ലാത്ത കാര്യമാണ്. ഈ അടിസ്ഥാനരഹിതമായ വാദമാണ് വെട്ടിച്ചിറയിൽ വെച്ച് ഈ ജിന്ന് പൂജകന്മാർ പ്രസംഗിച്ചിരിക്കുന്നത് എന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കല്ലാണ് തട്ടിയപ്പോ, തങ്ങൾ കല്ലുമേണ് തട്ടിയപ്പോ കല്ലിന് പൊട്ടി. അപ്പൊ ആ വടിക്കത്ര ബലുണ്ടാകും, ആ വടിക്കത്ര ഉറപ്പുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് പൊട്ടത്തരം പറഞ്ഞില്ലേ? മൂസാ നബി അലൈഹി സ്വലാം കല്ലിൽ അങ്ങോട്ട് തട്ടിയപ്പോ കല്ല് 12 പിളർപ്പായി പിളർന്നു എന്നാണ് അള്ളാന്റെ ഖുർആൻ പറയുന്നത്. ഞാൻ നേരത്തെ വിശദീകരിച്ചല്ലോ. അപ്പൊ ഈ ഖുർആനും സുന്നത്തൊന്നും ഒരിക്കൽ പോലും വായിച്ചു നോക്കാതെ പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ അന്നം പറ്റുന്ന ജീവിക്കുന്ന കുറെ തൊഴിലാളികളാണ്. നമ്മളോടുള്ള ദേഷ്യം എന്തായോ? നമ്മളോടുള്ള ദേഷ്യം, നമ്മൾ 10 കൊല്ലം കിതാബ് ഓതി, പള്ളി ദർസിൽ 10 കൊല്ലം, അതിന്റെ പുറമെ കോളേജിൽ പിന്നെ ചെന്ന് 2 കൊല്ലം. അതായത് ഇപ്പോഴത്തെ മുത്തഅല്ലിമീങ്ങളൊക്കെ. പഴയ കാലത്ത് ഒതുക്കുങ്ങൽ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ അല്ലാഹു തആല ഖബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ ചെറുശോല ഉസ്താദ് അല്ലാഹു ഖബറിടം വെളിച്ചമാക്കി കൊടുക്കട്ടെ. അങ്ങനെയുള്ള മഹാന്മാരൊക്കെ 10, 25 കൊല്ലം കിതാബ് ഓതിയവരാ. ഓക്കെ, സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ 20 കൊല്ലം 22 കൊല്ലമൊക്കെ കിതാബ് ഓതിയിട്ടുണ്ട്. ഇങ്ങനെ അധ്വാനിച്ച് കിതാബ് പഠിച്ച ആൾക്കാരാണ് എന്ത് പറയണത്? മതം പറയണത്. അങ്ങനെ മതം പറഞ്ഞ് പണ്ഡിതന്മാര് മതം പറയാൻ ഇവിടെ ഉണ്ടായാൽ അത് ഞമ്മക്ക് വയറ്റത്തടിക്കുന്നതോടെ മൗലവി. ഇവർക്ക് എന്താണുള്ളത്? ഇവർക്ക് 4 കൊല്ലത്തെ അഫ്ളലുൽ ഉലൂമി, 1 കൊല്ലത്തെ പ്രിലിമിനറി, തോറ്റ SLC, ഇതാണുള്ളത്. ഈ മൗലവിമാർക്ക് ഓരോരോ അറബി കോളേജുകളിൽ കുറച്ച് ഫീലും വായിലും പഠിപ്പിച്ച് സഹോദരങ്ങളെ മുൻഷിമാരാണെന്ന് പറഞ്ഞ് വലിയ താടിയും വെച്ചിട്ട് വിട്ടിട്ട് ഇങ്ങനെ ഖുർആൻ ഇസ്ലാമിന് മുഅ്ജിസത്ത് എന്താണ്, കറാമത്ത് എന്താണ്, ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ എന്താണ്, തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊന്നും ഈ സാധുക്കൾക്ക് അറിയില്ല. എന്നിട്ട് വന്നിട്ട് വെറുതെ ദീനിന്റെ പേരിൽ വിടവായിത്തം പറയും. അത് നമ്മൾ പിടിച്ചു. അത് പിടിച്ചപ്പോ ഇവർക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ദേഷ്യമുള്ളത് മൂല്യന്മാരോടാണ്. വഹാബികൾക്ക് ദുനിയാവിൽ ഇന്നൊക്കെ വേണമെങ്കിൽ കലക്കി കുടിച്ചാണ് കുടിക്കും. ഒറ്റ വലിക്ക് ഈ ജിന്ന് പൂജകന്മാര് ആണ് കുടിക്കും. അതിന് മാത്രം ദേഷ്യം. കാരണം എന്താ? ഇവന്മാരുടെ പൊട്ടത്തറ ഇവരുടെ പിന്നിൽ ഓടി നടന്ന് പിടിച്ച് അവസാനം ഇവർ കുതറി മാറുന്നു എന്ന് കണ്ടപ്പോൾ സുന്നി വചന പ്രസ്ഥാനം മുഖാമുഖം പ്രഖ്യാപിച്ചു. ആ വലയിൽ ഇവർ കുടുങ്ങി. പിന്നെ മറ്റൊരു കാര്യം, അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ മൂപ്പര് ചാർണത് എങ്ങട്ടാ? പ്രാർത്ഥനയിലേക്കാണ്. പ്രാർത്ഥന
മലയാളത്തിൽ പ്രാർത്ഥന എന്നൊരു പദമില്ലെങ്കിൽ വഹാബിസം എന്നോ കൂട്ടിയിട്ടുണ്ടാവും. പ്രാർത്ഥന എന്നൊരു പദം മലയാളത്തിൽ ഇല്ലെങ്കിൽ ഈ കമ്പനി എന്നോ കൂട്ടിപ്പോയിട്ടുണ്ടാവും. സഹോദരങ്ങളെ, പ്രാർത്ഥനയെ സംബന്ധിച്ചാണ് പിന്നീട് മൗലവി സാഹിബിന്റെ വിശദീകരണം. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതേക്കുറിച്ച് നിങ്ങളോട് പറയാം. എന്താണ് ഈ പ്രാർത്ഥന? ദുആ, അറബിയിൽ ദുആ എന്ന് പറയും. അതുപോലെ ഇസ്തിഗാസ, അത് മറ്റൊരു പദമാണ്, സഹായാർത്ഥന. എന്താണ് ഇസ്തിഗാസയും ദുആവും തമ്മിലുള്ള മാറ്റം? പ്രാർത്ഥനയും ഇസ്തിഗാസയും തമ്മിൽ എന്താണ് മാറ്റം? ഇബാദത്തും ഇസ്തിഗാസയും തമ്മിൽ എന്താണ് മാറ്റം? കുറച്ചൊരു ശ്രദ്ധയോടെ ഇത് ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം എന്ന ഒരു ഉദ്ദേശത്തോടെ കുറച്ച് സമയം നിങ്ങൾ ഇരിക്കണം. കാരണം ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇത് നമ്മുടെ പഞ്ചദിന പ്രഭാഷണങ്ങളിലൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, കാരണം വിഷയം അതല്ലായിരുന്നു. മുജാഹിദിന് ഒരു പ്രധാന വാദം അതെന്താ? മുഹിയുദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ശരിക്കും ശ്രദ്ധിക്കണം. മുഹിയുദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇബാദത്താണ്. ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്യുന്നവൻ മുശ്രിക്കാണ്. അതുകൊണ്ട് മുഹിയുദ്ദീൻ ശൈഖെ രക്ഷിക്കണമേ എന്ന് പറയുന്നവൻ മുശ്രിക്കാണ്. എന്താ വാദം? മുഹിയുദ്ദീൻ ശൈഖെ രക്ഷിക്കണമേ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇബാദത്താണ്. ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്യുന്നവൻ മുശ്രിക്കാണ്. മുശ്രിക്ക് നരകത്തിലാണ്. അതുകൊണ്ട് യാ ഗൗസ് യാ മുഹിയുദ്ദീൻ എന്ന് വിളിക്കുന്നവൻ മുശ്രിക്കാണ്. ഇതാണ് ആ വാദത്തിന്റെ പൊരുൾ. ഈ പറഞ്ഞതൊക്കെ നുണ. മുഹിയുദ്ദീൻ ശൈഖെ രക്ഷിക്കണമേ എന്ന് പറയുന്നതിന് അതിന് പ്രാർത്ഥന എന്ന് പറയില്ല. എന്ന് പറഞ്ഞാൽ ദുആഇന്റെ പര്യായമായ പ്രാർത്ഥന അല്ലാതെ. എന്തുകൊണ്ട്? ഇബാദത്ത് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ, ഇബാദത്ത് ആരാധന എന്ന് പറഞ്ഞാൽ അതിന് പണ്ഡിതന്മാർ നിർവചനം പറഞ്ഞിട്ടുണ്ട്. നമ്മളെ മൗലവിമാരും അംഗീകരിക്കുന്നുണ്ട്. ഫത്വൽ ഖദീർ പോലെയുള്ള ഷൗക്കാനിയുടെ തഫ്സീറിലൊക്കെ നിർവചനം പറഞ്ഞത് സ്വവായത്തിൽ ഖുദൂഇ വതദല്ലുലി. ഇതാണ് ഇബാദത്ത്. എന്താ അതിന്റെ അർത്ഥം? വണക്കത്തിന്റെ അങ്ങേ അറ്റം. ഇത് നമ്മുടെ പ്രഭാഷണത്തിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അഖ്സാവായത്തിൽ ഖുദൂഇ വതദല്ലുലി, പരമമായ വണക്കം, പരമമായ താഴ്മ, അങ്ങേ അറ്റത്തെ വണക്കം, അങ്ങേ അറ്റത്തെ താഴ്മ. ഇതിനാണ് ഇബാദത്ത് എന്ന് പറയാം. മൗലവിമാർക്ക് ഇവിടെ ഒരു തെറ്റുപറ്റി. എന്താണത്? ഈ അങ്ങേ അറ്റത്തെ താഴ്മ മനസ്സിലാക്കപ്പെടുന്നത് വണങ്ങുന്ന വ്യക്തിയുടെ ഭാവരൂപങ്ങൾ നോക്കിക്കൊണ്ടാണ് എന്ന് മൗലവിമാർ തെറ്റിദ്ധരിച്ചു. ഇപ്പൊ നമ്മിൽപ്പെട്ട ഒരാളെ, ഒരു സാധു മനുഷ്യൻ, ആ മനുഷ്യനെ മറ്റൊരു അക്രമി, നല്ല മല്ലനായ, എല്ലാ നിലക്കും ആരോഗ്യമുള്ള ആയുധങ്ങളൊക്കെ കയ്യിലുള്ള ഒരാള് ഒരു സാധു മനുഷ്യനെ, നിരായുധനായൊരു മനുഷ്യനെ റോട്ടിൽ കണ്ടു. ക്രൂരമായ മർദ്ദം. അങ്ങനെ മർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പാവം മനുഷ്യൻ ഈ അക്രമിയുടെ കാലിൽ പിടിച്ചിട്ട് കെഞ്ചി കുഴഞ്ഞ് അയാളോട് കണ്ണീര് വാർത്തുകൊണ്ട് പറയുന്നു, എന്നെ രക്ഷിക്കണം, എന്നെ അടിക്കരുതേ, എന്നെ മർദ്ദിക്കരുതേ എന്ന്. ഇയാളിങ്ങനെ ഈ അക്രമിയുടെ കാല് പിടിച്ച് കരയാണ്. നമ്മുടെ കാഴ്ചയിൽ ഇങ്ങനെ നോക്കിയാൽ അത് പരമമായ വണക്കാണ്, അല്ലെ? ഞാൻ അതിലപ്പുറം എന്താ വണക്കള്? കാലുമ പിടിച്ചിട്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് വരാണ് എന്നെ രക്ഷപ്പെടുത്തണേ. അതിനും വലിയൊരു വണക്കുണ്ടോ? മൗലവിമാര് മനസ്സിലാക്കി ഇതാണ് അങ്ങേ അറ്റത്തെ വണക്കം. അപ്പൊ അതുകൊണ്ട് ഇത് ഇബാദത്താണ്. സഹോദരങ്ങളെ, അക്രമി നമ്മെ ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോ ആ മനുഷ്യന്റെ കാല് പിടിച്ചിട്ട് ഇന്നെ രക്ഷപ്പെടുത്തണേന്ന് പറഞ്ഞാൽ അതെങ്ങനെ അയാൾക്കുള്ള ഇബാദത്താവോ? അത് അയാൾക്കുള്ള ആരാധനയാവോ? അപ്പൊ ഈ മൗലവിമാര് മനസ്സിലാക്കിയത് അതുകൊണ്ടാണ്. ഇയാൾ ഞാൻ പഞ്ചദിനത്തിൽ പറഞ്ഞിരുന്നു, എന്ത്? വയനാട് ചുരത്തിൽ പോയല്ലോ ഇവര് തൗഹീദ് മനസ്സിലാക്കാൻ വേണ്ടി. വയനാട് ചുരത്തിന്റെ, താമരശ്ശേരി ചുരത്തിന്റെ 6ാം വളവിൽ പോയി. എന്തിന്? ഇബാദത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ. കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിന്റെ 102ാമത്തെ പേജിൽ, 102ാമത്തെ പേജ് മുതൽക്ക് ആ പുസ്തകത്തിൽ പറയുന്നത് ഇബാദത്തിന്റെ ശരിക്കുള്ള അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകണം. അഖ്സാവായത്തുൽ ഖുദൂഇ വതദല്ലുലി പറഞ്ഞ പരമമായ വണക്കവും പരമമായ താഴ്മയും, അങ്ങേ അറ്റത്തെ വണക്കവും അങ്ങേ അറ്റത്തെ താഴ്മയും, അതാണല്ലോ. അതും പിടിച്ച് ഈ പുസ്തകത്തിൽ പറയാം. ആ നിർവചനവും പിടിച്ച് നിങ്ങൾ താമരശ്ശേരി ചുരത്തിന്റെ 6ാം വളവിലേക്ക് വരണം. അവിടെ എത്തുമ്പോഴേ മനസ്സിലാവുള്ളൂ.
എങ്ങനെ മനസ്സിലാകുക? ഇയാളെ പുസ്തകത്തിൽ പറയാം. താമരശ്ശേരി ചുരത്തിലൂടെ വണ്ടി ഓടിച്ചു പോകുന്നു നജീബ്. നജീബിന്റെ കയ്യിൽ എന്തുണ്ട്? അഖ്സാ ഗായത്തുൽ ഖുദൂഇ വതദല്ലുലി, പരമമായ വണക്കം, പരമമായ താഴ്മ. അതാണ് ഇബാദത്ത്. ആ ഇബാദത്തിന്റെ നിർവചനം ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ നജീബ് പോവുകയാണ്. 6ാം വളവിലെത്തിയപ്പോ വണ്ടിന്റെ ബ്രേക്കാണ് പോയി. വണ്ടിന്റെ ബ്രേക്ക് പോയാൽ, താമരശ്ശേരി ചുരം കണ്ടവർക്കറിയാം, 6ാം വളവിൽ വെച്ച് ബ്രേക്ക് പോയാൽ പിന്നെ താഴോട്ട് നോക്കിയാൽ കാണുന്നത് അഗാധമായ ഗർത്തമാണ്. അഗാധമായ ഗർത്തം. ആ ഗർത്തത്തിലേക്ക് വണ്ടി ഇങ്ങനെ കൂപ്പുകുത്താൻ പോകുന്നു. ആ സമയത്ത് പടച്ചോനെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അതാണ് അഖ്സാ ഖുദൂഇ വതദല്ലുലി, പരമമായ വണക്കം, പരമമായ താഴ്മ. അവിടെ വെച്ച് പടച്ചോനെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അതാണ് ഇബാദത്ത്. അവിടെ വെച്ച് ബദരീങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞാലോ അത് ബദരീങ്ങൾക്കുള്ള ഇബാദത്താണ്, ശിർക്കാണ്. ഞാൻ ഈ മൗലവിമാരോട് കൊല്ലങ്ങളായി ചോദിക്കണേ, നജീബിന്റെ വണ്ടീന്റെ ബ്രേക്ക് പോയി, ശരിയാ. പക്ഷെ 6ാം അളവൊന്നല്ല, 5ാം അളവൊന്നുമല്ല, 4ാം അളവൊന്നുമല്ല, 3ാം അളവെന്നാ പോയത്. 3ാം അളവെന്ന് ബ്രേക്കാണ് പോയി. അപ്പൊ നജീബ് പറഞ്ഞു പടച്ചോനെ കാക്കണേ, അത് ഇബാദത്താകുമല്ലേ? ഇല്ലല്ല. കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ പറയും, ജിന്ന പൂജകന്മാർ പറയും, നജീബെ വാ വാ, ഇബാദത്തായിട്ടില്ല, ഇബാദത്തായിട്ടില്ല, 4ാം അളവക്ക് വരട്ടെ, 5ാം അളവക്ക് വരട്ടെ, 6ാം അളവക്ക് വരട്ടെ. 6ാം അളവിൽ വെച്ച് പറയണം, അപ്പോഴേ ഇബാദത്താകുള്ളൂ. വിഡ്ഢികളെ, നിങ്ങളൊന്നും ഈ ലോകത്ത് ജീവിക്കേണ്ടവരല്ലോ. നിങ്ങളൊക്കെ വേറെ ലോകത്ത് ജീവിക്കേണ്ടവരാ. 6ാം അളവിലെത്തിയിട്ട് പടച്ചോനെ വിളിച്ചാലേ ഇബാദത്താകുള്ളൂ. പക്ഷെ എന്തൊരു മണ്ടത്തരം സഹോദരങ്ങളെ! പടച്ചോനെ വിളിച്ചാൽ 6ാം അളവെന്ന് വിളിച്ചാലും, 5ാം അളവെന്ന് വിളിച്ചാലും, 4ാം അളവെന്ന് വിളിച്ചാലും, 1ാം അളവിൽ എത്തുന്നതിന് മുമ്പ് വിളിച്ചാലും പടച്ചോനെ വിളിച്ചാൽ ഇബാദത്ത് തന്നെയാണ്. കാരണം എന്താ? പടച്ചോൻ എന്റെ റബ്ബാണ്, ആരാധ്യനാണ്, ഇബാദത്ത് അർഹിക്കുന്ന വ്യക്തിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് വിളിക്കുന്നത്. ആ വിളി അള്ളാഹുവിനോട് നടത്തുമ്പോൾ അത് 5ാം അളവിലായാലും 4ാം അളവിലായാലും ഇബാദത്ത് തന്നെ. അതേ സമയത്ത് മമ്പറന്നങ്ങളെന്ന് വിളിച്ചാലോ അത് 7ാം അളവെന്നാലും ഇബാദത്താവൂല. കാരണം എന്താ? മമ്പറന്നങ്ങളെ സംബന്ധിച്ച് പടച്ചോനാണ് നല്ല വിശ്വസിക്കുന്നത്, പടച്ചോനാണെന്ന് വിശ്വസിക്കുന്നില്ല, ഇബാദത്തിന് അർഹനാണെന്ന് വിശ്വസിക്കുന്നില്ല. മുജാഹിദുകളെ സാധാരണ ചോദിക്കാറുണ്ട്, ഞാൻ മുമ്പ് പ്രസംഗത്തിൽ ഇവിടെ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മല്ല. സാധാരണ മുജാഹിദുകൾ ചോദിക്കും, എന്ത് അറിയോ? ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറയുന്ന ഹിന്ദുക്കൾ, ഗുരുവായൂരപ്പ രക്ഷിക്കണേ ഹിന്ദുക്കള്. സുന്നികള് പറയണ് മുഹിയുദ്ദീൻ ശേഖയെ രക്ഷിക്കണേ. എന്താ രണ്ടും വ്യത്യാസം? എന്തൊരു ചോദ്യം! മുഹിയുദ്ദീൻ ശേഖയെ രക്ഷിക്കണമെന്ന് സുന്നിയാള്, മുഹിയുദ്ദീൻ ശേഖ് അള്ളാന്റെ പടപ്പല്ലേ? ആണ്. ഗുരുവായൂരപ്പ രക്ഷിക്കണമെന്ന് ഹിന്ദുക്കള്, ഗുരുവായൂരപ്പനും അള്ളാന്റെ പടപ്പല്ലേ? ആണ്. അപ്പൊ ഗുരുവായൂരപ്പനെ വിളിക്കുന്നവർ മുശ്രിക്കുകളാകും, കാഫിറുകളാകും എന്ന് പറയുമ്പോൾ മുഹിയുദ്ദീൻ ശേഖിനെ വിളിക്കുന്നവരും കാഫിറാണെന്ന് പറയണ്ടേ? കാരണം എന്താ? മുഹിയുദ്ദീൻ ശേഖും അള്ളാന്റെ പടപ്പാണ്, അതുപോലെ ഗുരുവായൂരപ്പനും അള്ളാന്റെ പടപ്പാണ്, രണ്ടും അള്ളാന്റെ പടപ്പല്ലേ? സഹോദരങ്ങളെ, അങ്ങനെ ശിർക്കാവുമെങ്കിൽ ഗുരുവായൂരപ്പനെ വിളിക്കുന്നതും മുഹിയുദ്ദീൻ ശേഖിനെ തങ്ങളെ വിളിക്കുന്നതും ഒരുപോലെയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഹിന്ദുക്കൾ ചെന്നിട്ട് അവരുടെ അമ്പലം ചുറ്റുന്നുണ്ടല്ലോ, അല്ലേ? ഹിന്ദുക്കൾ അമ്പലത്തിൽ ചെന്നിട്ട് അമ്പല പ്രദക്ഷിണം നടത്തുന്നുണ്ടല്ലോ, ഉണ്ട്. അത് ശിർക്കാണ്, ആർക്കും തർക്കല്ല. മുസ്ലിമീങ്ങൾ മക്കത്ത് ചെന്നിട്ട് കാബം ചുറ്റുന്നുണ്ടല്ലോ, അപ്പൊ അതും ശിർക്ക. ഹിന്ദുക്കൾ അമ്പലം ചുറ്റുന്നു, ശിർക്ക്. മുസ്ലിമീങ്ങളെ കാബം ചുറ്റുന്നു, അതും ശിർക്ക. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അമ്പലവും കാബവും തമ്മിലുള്ള വ്യത്യാസം അറിയില്ലേ മുജാഹിദുകളെ? നിങ്ങൾക്ക് മുസ്ലിങ്ങളാകാനുള്ള യോഗ്യതല്ല, നിങ്ങൾക്ക് മുസ്ലിങ്ങളാകാനുള്ള യോഗ്യതല്ല. അമ്പലവും കാബവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് മുസ്ലിമീങ്ങളാകാനുള്ള യോഗ്യതയില്ല. നിങ്ങൾക്ക് ജിന്ന് പൂജകന്മാരായി തുടരാൻ മാത്രമേ യോഗ്യതയുള്ളൂ. അമ്പലത്തിലുള്ള കല്ല്, പ്രതിമ, ആ പ്രതിമയെ ചുംബിക്കുന്നുണ്ടല്ലോ ഹിന്ദുക്കൾ, അല്ലേ? ആ പ്രതിമന്റെ മുകളിൽ ഇങ്ങനെ നെറ്റിത്തടം വെക്കും, അതിനെ ചുംബിക്കും. ആര്? ഹിന്ദുക്കള്. അത് ശിർക്കാണ്, കുറ്റകരമാണ്. എല്ലാവരും സമ്മതിക്കുന്നു, മുസ്ലിങ്ങളെല്ലാവരും. ഹിന്ദുക്കൾ ചെയ്യുന്ന അവരുടെ മതവിശ്വാസത്തിന്റെ ഭാഗമാണ്, അതിനെ നമ്മൾ എതിർക്കല്ല. പക്ഷെ നമ്മുടെ വിശ്വാസപ്രകാരം അത് ശിർക്കാണ്. എന്നാൽ പരിശുദ്ധ കഅബാലയത്തിൽ ചെന്നിട്ട് കഅബം തവാഫ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ചെയ്യേണ്ട പണി എന്താ? രണ്ടാമത് ചെയ്യേണ്ട പണി കഅബത്തിന്റെ മൂലയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു കല്ലുണ്ട്, ആ കല്ലിനെ ചുംബിക്കണം.
ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അൽ-ഇലാഹി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് നെറ്റിത്തടം വെച്ചുകൊണ്ട് 3 വട്ടം സുജൂദിന്റെ രൂപത്തിൽ ചുംബിക്കണം എന്നാണ്. സുജൂദിൽ എങ്ങനെയാണോ നെറ്റിത്തടം വെക്കുക അതേപോലെ നെറ്റിത്തടം ഇങ്ങനെ കല്ലുമ്മ വെച്ചിട്ട് ചുംബിക്കണം എന്നാണ്. ആര് പറയണത്? ഇമാം നവവി പറയണത്. ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് പറയണത്. ഹജറുൽ അസ്വദ് എന്ന കല്ല്, ആ കല്ലിനെ മുസ്ലിമീങ്ങൾ ചുംബിക്കുന്നു. ഹിന്ദുക്കൾ അവരുടെ അമ്പലത്തിലെ കല്ലിനെ ചുംബിക്കുന്നു. അമ്പലത്തിലെ കല്ലും കഅബാലയത്തിലെ കല്ലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് വഹാബിസത്തിന്റെ ഏറ്റവും വലിയ പരാജയം. കഅബാലയം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു മുസ്ലിമീങ്ങൾ. ഹൈന്ദവ സുഹൃത്തുക്കൾ ക്ഷേത്രം വലയം ചെയ്യുന്നു. ഹൈന്ദവ സുഹൃത്തുക്കൾ ക്ഷേത്രത്തിൽ നടത്തുന്ന അവരുടെ ക്ഷേത്രം ചുറ്റലും മുസ്ലിമീങ്ങൾ നടത്തുന്ന കഅബൻ ചുറ്റലും, ഇത് രണ്ടും തമ്മിൽ സഹോദരങ്ങളെ വലിയ വ്യത്യാസമുണ്ട്. ഒന്ന് ശിർക്കാണ്, രണ്ടാമത്തേത് തൗഹീദാണ്. അമ്പലത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന കല്ലിനെ ചുംബിക്കുന്നത് ശിർക്കാണ്, കഅബാലയത്തിൽ സ്ഥാപിക്കപ്പെട്ട കല്ലിനെ ചുംബിക്കുന്നത് തൗഹീദാണ്. എന്നതുപോലെ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറയുന്നത് ശിർക്കാണ്, മുഹയ്യദ്ദീൻ ശൈഖെ രക്ഷിക്കണമേ എന്ന് പറയുന്നത് തൗഹീദാണ്. എവിടെ പ്രശ്നം? എവിടെ മാറ്റം? സുഹൃത്തുക്കളെ, വിശ്വാസത്തിലുള്ള മാറ്റാണ്. പേടിയിലും മറ്റൊടുത്തുനിന്നുള്ള മാറ്റമല്ല. ഇത് ഈ മൗലവിമാരുടെ പൊട്ടത്തരാണ്. പേടിയിലല്ല തൗഹീദും ശിർക്കും. പേടിച്ചുകൊണ്ടാണ്, കാലുമ്മ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്നത് വളരെ പേടിച്ചുകൊണ്ടാണ് എന്നതുകൊണ്ട് അത് ആ മനുഷ്യനുള്ള ഇബാദത്താവൂല. ഒരു പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ആക്രമിക്കുകയാണ്, മർദ്ദിക്കുകയാണ്, ഉരുട്ടി പല മർദ്ദനമുണ്ടല്ലോ പോലീസ് സ്റ്റേഷനിൽ. അങ്ങനെ മർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അക്രമത്തിന് വിധേയനായിക്കൊണ്ടിരിക്കുന്ന വ്യക്തി പറയാണ്, ഏമാനെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞാൽ അത് പോലീസിനുള്ള ഇബാദത്താവോ? പോലീസിനുള്ള ഇബാദത്താവൂല. പിന്നെന്തേ? പോലീസിനുള്ള ഇബാദത്താകണമെങ്കിൽ, ഏത് മനുഷ്യനുള്ള ഇബാദത്തും ആകണമെങ്കിൽ ആ അർത്ഥിക്കപ്പെടുന്ന, വണങ്ങപ്പെടുന്ന ആ ശക്തി പടച്ചവനാണ്, ദൈവമാണ്, ആരാധനക്ക് അർഹതയുള്ള ശക്തിയാണ് എന്ന വിശ്വാസം വേണം. ഇവിടെ വെട്ടിച്ചിറയിലും പ്രസംഗിച്ച സമയത്ത് മൗലവിന്റെ ഏതോ ഒരു പ്രസംഗത്തിന് വെട്ടിയെടുത്തുകൊണ്ട് ഒരു ഭാഗം കാണിച്ചു. എന്താ? ഞാൻ മൈക്കിനോട് സഹായം ചോദിക്കാൻ പറഞ്ഞു, ഞാൻ തൂണിനോട് സഹായം ചോദിക്കാൻ പറഞ്ഞു. എന്തിനാണത് പറഞ്ഞത്? ഒരു മുഖാമുഖത്തിൽ വെച്ച് ഒരു മൗലവി ചോദിക്കാം, എന്ത്? സൂര്യനോട് സഹായം ചോദിക്കാൻ പറ്റുമോ? സൂര്യൻ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ, നമുക്ക് വെളിച്ചമൊക്കെ തന്നെ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ. സൂര്യനോട് സഹായം ചോദിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, സൂര്യനോട് സഹായം ചോദിച്ചു എന്നതുകൊണ്ട് ഒരാള് കാഫിറാവൂല. എന്താ പറയാൻ കാരണം? സൂര്യനോട് സഹായം ചോദിക്കാൻ പറ്റുമോ എന്നുള്ള മറ്റൊരു വിഷയം. അതെന്താ? സൂര്യനെ ആരാധിക്കുന്ന ഒരു കൂട്ടരുണ്ട്. സൂര്യനെ ആരാധിക്കുന്ന ഒരു കൂട്ടരുണ്ടായതുകൊണ്ട് സൂര്യനോട് സഹായം ചോദിക്കാൻ ഇസ്ലാമികമായി പറ്റില്ല, കർമ്മശാസ്ത്രപരമായി അത് പാടില്ല. അതേസമയം അയാൾ കാഫിറാവോ? അത് വേറൊരു വിഷയമാണ്. ചെയ്യാൻ പറ്റലും പറ്റാതിരിക്കലും മറ്റൊരു വിഷയം, കാഫിറാകാതിരിക്കലും മറ്റൊരു വിഷയമാണ്. സഹായം ചോദിച്ചുകൊണ്ട് മുശ്രിക്കാവോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തിന് സൂര്യനെ? ഈ കാണുന്ന മൈക്ക, ഇതിന് ജീവനുമില്ല, ഒന്നുമില്ല, ഇത് കേൾക്കൂല, പറയൂല, ഒന്നും ചെയ്യൂല. ഈ മൈക്കിനോട് മൈക്ക് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? മൈക്കിന്റെ അടുത്ത് സഹായം കിട്ടൂല. ഒന്ന്, ചിലപ്പോ ഞാനത് പലതവണ പറഞ്ഞാൽ ഇയാൾക്ക് എന്തോ സോക്കേടുണ്ടോ എന്ന് ആൾക്കാർക്ക് തോന്നും, അതും ശരിയാണ്. എന്നാൽ അങ്ങനെ മൈക്കിനോട് സഹായം ചോദിച്ചതുകൊണ്ട് മാത്രം ആള് ഇസ്ലാമെന്ന് പുറത്തു പോകുമോ? ഇസ്ലാമെന്ന് പുറത്തു പോകും. എപ്പോ? മൈക്കേ സഹായിക്കണേ എന്ന് ഞാൻ പറയുന്നത്, ഈ മൈക്ക് ഇതൊരു ആരാധ്യനാണ്, ഒരു മഅബൂദാണ്. ഇത് കണ്ടോ ഇങ്ങനെ തലയൊക്കെ നീട്ടി ഇങ്ങനെ നല്ല എന്തോ ഒരു, ഞാനിങ്ങനെ ഇത് ഇരുമ്പാനുള്ള സാധനം, അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെ പറയുമ്പോ ഒച്ച അപ്പുറത്ത് കേൾക്കുന്നുണ്ടല്ലോ, അപ്പൊ അതെന്തോ ഒരു ദിവ്യത്വമുള്ള ഒരു ശക്തിയാണ് എന്ന് മനസ്സിലാക്കി ഇതൊരു ആരാധ്യ വസ്തുവാണ് എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ് സഹായിക്കണമെന്ന് പറയുന്നതെങ്കിൽ അപ്പൊ മുശ്രിക്കാവും.
ഞാൻ എന്റെ സാധാരണക്കാരായ സുഹൃത്തുക്കളോട് മുജാഹിദിൽ പെട്ടുപോയ ഏതെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരോട് വിനയത്തോടെ പറയുന്നു, സുഹൃത്തുക്കളെ, ഒരു വണക്കം ആരാധനയാകുന്നതിന്റെ മാനദണ്ഡം വണങ്ങുന്നത് താമരശ്ശേരി ചുരത്തുന്നാണോ അതോ കുന്നിന്റെ മോളുന്നാണോ കുന്നിന്റെ അടിയിന്നാണോ ഇതൊന്നും നോക്കിക്കൊണ്ടല്ല. പിന്നെയോ വണങ്ങുന്ന വ്യക്തി വണങ്ങപ്പെടുന്ന ശക്തിയെക്കുറിച്ച് എന്ത് വിശ്വസിക്കുന്നു, ഇതാണ് പ്രധാനം. വിശ്വസിക്കുന്ന ദൈവമാണ് എന്നാണോ എങ്കിൽ പോയി. മമ്പറന്നങ്ങളെ കുറിച്ചോ മുഹിയുദ്ദീൻ ശേഖരെ കുറിച്ചോ ദൈവമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ ജീവിച്ചിരിക്കുന്ന സമയത്താവട്ടെ മരിച്ചതിന് ശേഷമാവട്ടെ സഹായം ചോദിച്ചാൽ അത് ശിർക്കാണ്. അതേസമയം അവർ ദൈവമല്ല, അവർ അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. അവർക്ക് അല്ലാഹു കറാമത്ത് കൊടുത്തിട്ടുണ്ട്, അമ്പിയാക്കൾക്ക് അല്ലാഹു മുഅ്ജിസത്ത് കൊടുത്തിട്ടുണ്ട്. ആ മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായിക്കും എന്ന വിശ്വാസത്തോടെയാണ് സഹായം ചോദിക്കുന്നതെങ്കിൽ അത് ശിർക്കല്ല. അമ്പലത്തെ ചുറ്റുന്നത് ശിർക്കാണ്, കഅബാലയം ചുറ്റുന്നത് തൗഹീദാണ്. അമ്പലത്തിലെ കല്ലിനെ ചുംബിക്കുന്നത് ശിർക്കാണ്, കഅബാലയത്തിലെ കല്ലിനെ ചുംബിക്കുന്നത് തൗഹീദാണ്. ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നത് ശിർക്കാണ്, മുഹീദ്ദീൻ ശേഖ് എന്ന് വിളിക്കുന്നത് തൗഹീദാണ്. എന്താ കാരണം? അമ്പലത്തെ ചുറ്റുന്ന ഹിന്ദുവിന്റെ വിശ്വാസമല്ല കഅബാലയം ചുറ്റുന്ന മുസ്ലിമിന്റെ വിശ്വാസം. അമ്പലത്തിലെ കല്ലിനെ ചുംബിക്കുന്ന ഹിന്ദുവിന്റെ വിശ്വാസമല്ല കഅബാലയത്തിലെ കല്ലിനെ ചുംബിക്കുന്ന മുസ്ലിമിന്റെ വിശ്വാസം. ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്ന ഹിന്ദുവിന്റെ വിശ്വാസമല്ല മമ്പറത്തെ തങ്ങളെ എന്ന് വിളിക്കുന്ന മുസ്ലിമിന്റെ വിശ്വാസം. ഇത് രണ്ടും വിശ്വാസം കൊണ്ടാണ് വേർതിരിയുന്നത്. അപ്പൊ നമ്മളെ ജിന്ന് പൂജകം പറയാം, എന്ത് നിങ്ങളെ പുസ്തകത്തിലും പ്രാർത്ഥന എഴുതിയിട്ടുണ്ടല്ലോ, പൊന്മുളസ്താന്റെ പുസ്തകത്തിൽ പ്രാർത്ഥന എഴുതിയിട്ടുണ്ട്, റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരുടെ പുസ്തകത്തിൽ പ്രാർത്ഥന എഴുതിയിട്ടുണ്ട്, കൊണ്ടോട്ടി പിന്നെ കൊട്ടപ്പുറം സംവാദത്തിന്റെ പുസ്തകത്തിൽ പ്രാർത്ഥന എഴുതിയിട്ടുണ്ട്. അപ്പൊ പ്രാർത്ഥന നിങ്ങളും പറയണില്ലേ? സഹോദരങ്ങളെ, പ്രാർത്ഥന എന്ന് പറഞ്ഞു ശിർക്കാവൂല. എന്തൊരു കഷ്ടം!